I'm sure you have gone through many sessions already from yesterday, and you have some basic ideas on this. Are you okay with English, or should I go to Malayalam? Both are fine. So I'll have a mix of it. Because some technical words, we may not get the right Malayalam words, so that's why I prefer English. So as my friend, told about me, I of course, I was not born as a businessman, or our family was not a business family. We are basically farmers from the district of Idukki, and I'm the only one in my family among our 7 siblings who is in the business. So it was a big choice for me, for which I took long years. I started into many things. I was working for some marketing. Then I decided to come into this tourism, and I decided to open my own company. So what we are going to talk today is about ownership and entrepreneurship, and the hurdles you may face, and the positivities, important points which you have to focus. Can anyone tell me what is entrepreneurship? Anyone? I'm sure you will have some definitions for entrepreneurship. I do not know, because I have never studied about entrepreneurship. ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ കൈ പൊക്കാം, മൈക്ക് തരാം. Yeah, you can Google also. I mean, definitely, entrepreneurship-നെ കുറിച്ച് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താലും കിട്ടും. I have no problem with that. What I wanted to tell you is that, ownership, നമ്മൾ പലപ്പോഴും നമ്മുടെ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അറിയാവുന്ന ആൾക്കാരുടെ ബിസിനസ്സെക്കുറിച്ച് പറയുമ്പോൾ, നമ്മൾ ഓണർ, ഹൂ ഈസ് ദ ഓണർ എന്ന് പറയും, അല്ലേ? ആരാണ് അതിൻ്റെ ഓണർ? ഓണർക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും പലപ്പോഴും. അപ്പോൾ ഈ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫീലിംഗ് എന്താണ്? ഒരു പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഉടമസ്ഥനെയാണ് നമ്മൾ ഓണർ എന്ന് വിളിക്കുക. പക്ഷേ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാലോ, ഓണർഷിപ്പ് അതന്നെ ഞാൻ ആദ്യം പറഞ്ഞത്. ഓണർഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഉടമസ്ഥാവകാശമല്ല. ശരിക്കും പറഞ്ഞാൽ ദാറ്റ് പർട്ടിക്കുലർ വേർഡ് മീൻസ് യുവർ attitude towards your career. Like when you are studying as a student, what is your ownership? To become the best student. Then if you are having an ownership in your studies, you will become the best. ഉഴപ്പി നടക്കത്തില്ല. ബിസിനസ്സിലാണെങ്കിലും അതെ. ഇപ്പം you will have an owner for an organization, you will have many employees. And what about, if your employees are not having an ownership in the organization? That's the difference. നമ്മൾ ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പം നമ്മുടെ കൊളീഗ്സ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റാഫൊന്നും ഞാൻ പറയാറില്ല ഒരിക്കലും. കാരണം I know the value of them. I have got 60 team members working in my company, and I know the value of them. Without them, our company is nothing. സോ നമ്മളെപ്പോഴും അവരുടെ ഓണർഷിപ്പ് എങ്ങനെ ഗ്രോ ചെയ്യാമെന്നാണ് ഞങ്ങളുടെ എല്ലാ ട്രെയിനിങ്ങിലും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അതിന് we really promote them into many things. We give them real challenges with a power. നമ്മൾ പലപ്പോഴും എന്താ സംഭവിച്ചത്, നമ്മൾ ഈ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡെലിഗേഷൻ, we delegate works to others. ഓഫീസിലൊക്കെ നമുക്കൊരു ഹൈറാർക്കി ഉണ്ടാവും. ദ ടോപ്പ് മാനേജർ, നെക്സ്റ്റ് ദ ബ്രാഞ്ച് മാനേജർ, പിന്നെ അടുത്ത ഓഫീസർ, അങ്ങനെ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഡെലിഗേറ്റ് ചെയ്ത് വരുവാണ്. സോ നമുക്ക് പലപ്പോഴും ഒരു വിചാരമുണ്ട്, നമുക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നത് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പണി, അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ ഡെലിഗേറ്റ് ഒരാൾക്ക് കൊടുക്കുകയെന്ന് പറയും. പക്ഷേ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഹാപ്പനിങ്, ഇഫ് ഐ ഹാവ് ടു ഡെലിഗേറ്റ് മൈ ജോബ് ടു മൈ കൊളീഗ്, I should feel so comfortable that particular colleague is capable of doing what I am supposed to do. ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ ഡെലിഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇഫ് മൈ ടീം ഈസ് നോട്ട് സ്ട്രോങ് ഇനഫ് ടു ഡെലിവർ ദാറ്റ് പർട്ടിക്കുലർ ഡെലിഗേഷൻ, ദെൻ ഐ ആം എ ഫെയിലിയർ. ഞാൻ എൻ്റെ ടീമിനെ എഫിഷ്യൻ്റ് ആക്കാത്തത് കൊണ്ടാണ്. ഞാനിത് ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നതാണ്. അപ്പം ഓൺടർപ്രണർഷിപ്പിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ചലഞ്ചസ് ഇതൊക്കെയാണ്. നമ്മൾ പലപ്പോഴും മേ ബി നിങ്ങളുടെയൊക്കെ ഫാമിലി, ബിസിനസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും.
നിങ്ങളുടെ ബിസിനസ്സൊക്കെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ അതിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ MBA ഒക്കെ ചെയ്യുന്നത്. പല സ്റ്റുഡൻസൊക്കെ എനിക്കറിയാം വെളിയിലൊക്കെ പോയി പഠിച്ചിട്ടൊക്കെ വന്ന് ഫാമിലി ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യും. അപ്പം നിങ്ങൾ കാണുന്നത് എന്താണ്, ഓൾറെഡി ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ്സാണ്. സോ യു ഹാവ് ഓൾ ദി ഗ്ലോറി. നിങ്ങൾ ഭയങ്കര രസമാണ്, വീട്ടിൽ നല്ല കാറുണ്ട്, നല്ല ഓഫീസ്, നല്ല സെറ്റപ്പുകൾ, മാനേജിങ് ഡയറക്ടർ, പ്രൈവറ്റ് സെക്രട്ടറി, അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. നമ്മളതായിരിക്കും കാണുന്നത്. പക്ഷേ വി ഡു നോട്ട് നോ ദ സ്റ്റോറി ബിഹൈൻഡ് ദ സീൻ. കാരണം ഹൗ ദേ മെയ്ഡ് ദിസ്. കാരണം നമ്മളൊക്കെ കൊച്ചു കുട്ടികളായിരുന്ന സമയത്തായിരിക്കണം. അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പേരൻസ് ഫാമേഴ്സാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ 7 മക്കളാണ്, ഞാൻ 4ാമത്തെ ആളാണ്. ഞാനൊക്കെ ഉണ്ടായ സമയത്താണ് വീട്ടിൽ ശരിക്കും പട്ടിണി മാറിയത്. അതുവരെ എൻ്റെ ബ്രദേഴ്സൊക്കെ പട്ടിണി കിടന്നിട്ടുണ്ട്. ഐ എം വെരി ഷുവർ. എൻ്റെ പേരൻസ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് എനിക്കറിയാം. പക്ഷേ എൻ്റെ മോനിപ്പോൾ ഹീസ് 26 years. അവനോടിപ്പോൾ ഈ കഥകളൊക്കെ പറഞ്ഞാൽ ഹീ വിൽ നോട്ട് ബിലീവ്. കാരണം ഹി ഹാസ് നോട്ട് സീൻ. he was born as my son, and when he was born we were really in a good position. So that's the difference. അപ്പോൾ നമ്മൾ ആ ഒരു പെയിനൊക്കെ അറിഞ്ഞ് വരും. ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരുമ്പോഴത്തേക്കുള്ള നമുക്കുള്ളൊരു ഏറ്റവും വലിയ ചലഞ്ച് അതാണ്. വി വിൽ ബി ഹാവിങ് അവർ ഓൺ പെയിൻസ് ടു ബിൽഡപ്പ് തിങ്സ്. നമ്മളിവിടെ ഇപ്പം സ്റ്റാർട്ടപ്പുകളെ കുറിച്ചൊക്കെ പറയും. ഞാൻ എൻ്റെ ഒരു കമ്പനി ഒരു സസ്റ്റൈനബിൾ സ്റ്റാർട്ടപ്പാണെന്ന് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം, ഇറ്റ് വാസ് എ ഡിസിഷൻ ഓഫ് മൈ ഓൺ ടീം. ഞങ്ങൾ കോവിഡിൻ്റെ സമയത്ത്, നിങ്ങൾക്കറിയാം, 60 എംപ്ലോയീസ് ഉള്ളൊരു ഓഫീസ്, 2 വർഷം 0 ബിസിനസ്. ഞങ്ങൾ വി ആർ ഇൻ ടൂറിസം. അന്ന് ടൂറിസം മാത്രമേ ഞങ്ങൾക്കുള്ളൂ, ടൂറിസം ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഉള്ളൂ. 2 വർഷം 0 ബിസിനസ്സിൽ ഈ 60 എംപ്ലോയീസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് വി ഡിസൈഡഡ് നോട്ട് ടു ഷെഡ് ഓഫ് എനി ഓഫ് ദി എംപ്ലോയീസ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഇറ്റ് വാസ് അവർ ഫാമിലി. ഞങ്ങൾ പട്ടിണി കിടന്നാലും നമ്മുടെ എംപ്ലോയീസ് പട്ടിണി കിടക്കുന്നത് നമുക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. സോ വി ഡിഡ് നോട്ട് ഡു ദാറ്റ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ആ ഒരു ധൈര്യം വരുന്നത്. കാരണം വി നോ ദാറ്റ് ദീസ് പീപ്പിൾ വിൽ ബി വിത്ത് അസ് ഫോർ എനിത്തിങ്. സോ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ടീം വന്നിട്ട് പറഞ്ഞു, സർ വി ആർ ഓൾ സിറ്റിംഗ് ഐഡിൽ ലൈക്ക് എനിത്തിങ്. ഞങ്ങൾ കുറേ പേർക്കൊക്കെ ഓഫ് കൊടുത്തു, ബട്ട് ദേ ആർ ഗെറ്റിംഗ് ദെയർ സാലറി. കുറച്ച് പേരൊക്കെ ഇടയ്ക്ക് വരുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, വി ഷുഡ് ഡു സംതിങ് വിച്ച് ക്യാൻ കോപ്പ് അപ്പ് വിത്ത് ദ കോവിഡിൻ്റെ ആ ഒരു ഡേഞ്ചറിനെ മിറ്റിഗേറ്റ് ചെയ്യാം. കാരണം ടൂറിസത്തിലൊന്നും നടക്കില്ലെന്ന് നമുക്കറിയാം. സോ ദേ ഐഡൻറ്റിഫൈഡ് എ ട്രേഡിങ് തീം. ഒരു ഷോപ്പ് തുടങ്ങാമെന്ന് മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം നാച്ചുറലി എനിക്കൊരു സസ്റ്റൈനബിലിറ്റിയാണ് എൻ്റെ സബ്ജക്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, വെൻ വി ഡു സംതിങ് ഇറ്റ് ഷുഡ് ഹാവ് എ സസ്റ്റൈനബിൾ തീം. We should support the local community. We should support the small farmers. We should support the social entrepreneurs. അത് വാസ്തവത്തിൽ ഞാൻ എൻ്റെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സസ്റ്റൈനബിലിറ്റിയിൽ ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാർ. അപ്പം ദേ കുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഗ്രീൻ സ്മിത്ത് എസെൻഷ്യൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഫോം ചെയ്ത്, അതിന് നമ്മൾ തുടക്കത്തിൽ ചെയ്തത്, യു വോണ്ട് ബിലീവ് 2 വർഷമായിട്ട് നഷ്ടത്തിൽ പോകുന്ന കമ്പനിയാണ്. സോ ദിസ് ഓൾസോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. But we are not ready to close it down. We are sure that maybe next year we will break even all these things. കാരണം തുടങ്ങുന്ന സമയത്ത് എന്താ സംഭവിച്ചാൽ, വി ഹാവ് ടു ട്രെയിൻ എ ലോട്ട് ഓഫ് സപ്ലയേഴ്സ്. ഇപ്പം വീട്ടിലിരുന്നൊരു ചെമ്മീൻ്റെ അച്ചാർ ഉണ്ടാക്കുന്ന ഒരു ലേഡി ആണെങ്കിൽ അവർക്ക് ഷീ നോസ് ഹൗ ടു മേക്ക് ബെസ്റ്റ് പിക്കിൾ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പിക്കിൾ. പക്ഷേ ഷീ ഡസൻറ്റ് ഹാവ് എൻ ഐഡിയ ഹൗ ടു മാർക്കറ്റ് ഇറ്റ്, ഹൗ ടു ബ്രാൻഡ് ഇറ്റ്. അതിൻ്റെ ഇൻട്രിക്കസീസ് ഒന്നും അറിയത്തില്ല. So that job we took over, because we have got an event management company, we have got our own branding team, designers, എല്ലാം ഇൻ ഹൗസ് ഉണ്ട്. സോ എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് we started doing this. അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചു, 2 പേരെ കണ്ടുപിടിച്ചു. Now we have got around 20+ suppliers, and all are this kind of small enterprises. It can be somebody is just making chips only. ഒരു ഹോം മേക്കറാണ്. ഷീസ് മേക്കിംഗ് നമ്മുടെ ബനാന ചിപ്സ്, ശർക്കര വരട്ടി, പിന്നെ എനിക്കൊന്ന് കുഴലപ്പം, 3 ഐറ്റം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കി തരും, പക്ഷേ ഷീ കനോട്ട് ബ്രാൻഡ് ഇറ്റ്. ഒന്നും ചെയ്യാൻ അറിയത്തില്ല. അത് ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്, അവിടെ നിന്ന് ബസ്സിലൊക്കെ കൊടുത്തു വിടും. സോ കുറച്ച് ആൾക്കാർ ഒരു ഫാമിലി ചെയ്യുന്നത് കറി പൗഡേഴ്സ് മാത്രമാണ്. സോ നമുക്കറിയാം ഈ കറി പൗഡേഴ്സ് നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് കൊടുത്താൽ അത്ര ഈസിയല്ല മാർക്കറ്റ് പിടിക്കാൻ. കാരണം വി ആർ കോമ്പീറ്റിംഗ് വിത്ത് ദ ബിഗ് ബ്രാൻഡ്സ്. നമുക്ക് അഡ്വർടൈസ്മെൻ്റ് ഇല്ല. സാധാരണ ഒരു ബ്രാൻഡിൻ്റെ ഒരു 100 grams കറി പൗഡർ 40 രൂപയ്ക്ക് കിട്ടുമ്പം നമ്മുടേത് വി ആർ സെല്ലിംഗ് അറ്റ് 80 rupees. കാരണം നമ്മൾ വി ഡോണ്ട് ആഡ് എനിത്തിങ്. We go with the natural things because we know this family will not do any kind of dilutions in their quality. But these are the basics which we have
I mean, in an entrepreneurship, when you come into entrepreneurship. ഞാനിത് പറയുമ്പം നിങ്ങൾ ഓർക്കും ഐ ആം ടോക്കിംഗ് അബൌട്ട് സം റോക്കറ്റ് സയൻസ്, ഇതൊന്നും നമുക്കൊന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഐ വാസ് നോട്ട് ഫ്രം മൈ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട്. എൻ്റെ ഫാമിലിയിൽ ആരും ബിസിനസ്സിലുണ്ടായിരുന്നില്ല. ബട്ട് ഐ എം എ സക്സസ്ഫുൾ ബിസിനസ് മാൻ നൗ. ഐ എം നോട്ട് ഇൻ ദ ബിഗ് വോളിയൂംസ്, ബട്ട് ദി സസ്റ്റൈനബിൾ ബിസിനസ്. So you might have heard that I am a teacher in MCA, Management in Innsbruck. It's a part of University of Innsbruck in Austria. I am teaching sustainability there. Also I take another subject called Beyond Academics. എനിക്ക് വളരെ ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. കാരണം നിങ്ങൾ പലപ്പോഴും പഠിക്കുമ്പം നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങളുടെ ഒരു കരിക്കുലം ഉണ്ടാവും. ഞങ്ങളിപ്പോൾ നിങ്ങളുടെ പ്രിൻസിപ്പളൊക്കെ ആയിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. നിങ്ങൾക്കൊരു കരിക്കുലം ഉണ്ടാവും, നിങ്ങൾ അതിനെ ബേസ് ചെയ്ത് പഠിക്കും, നിങ്ങൾ പരീക്ഷ എഴുതും, പാസ്സാവും. ദാറ്റ് ഈസ് വാട്ട് യു ആർ ഡൂയിങ് ഡ്യൂറിങ് യുവർ അക്കാഡമിക് ഇയേഴ്സ്. പക്ഷേ when you are talking about, I mean, നിങ്ങളിപ്പോൾ നിങ്ങളുടെ വെളിയിലൊക്കെ പഠിക്കാൻ പോയ കൂട്ടുകാരോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും, ദി യൂറോപ്യൻ ഓർ ദി വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. അത് എപ്പോഴും ഒരു വൊക്കേഷണൽ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് എഡ്യൂക്കേഷൻസ് എപ്പോഴും പോവുക. അപ്പോൾ നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ യു ഷുഡ് ബി ഏബിൾ ടു ഡു സംതിങ് ഓഫ് യുവർ ഓൺ. ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് പോവുകയാണെങ്കിൽ പോലും യു ഷുഡ് ബി ഏബിൾ ടു ഡു സംതിങ്. ഇവിടെ എന്താ നമ്മൾ കണ്ടിരിക്കുന്നത്, പഠിച്ചിപ്പം MBA അല്ലെങ്കിൽ MA അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് എഗെയിൻ യു നീഡ് എ ട്രെയിനിങ്. ശരിക്കും ഒരു 1-2 വർഷം. അതുകൊണ്ടാണ് ഈ ട്രെയിനീസ് എന്ന് പറയുന്ന പോസ്റ്റ് ഓഫീസുകളിൽ വരുന്നത്. ആൻഡ് യു വിൽ ഗെറ്റ് മേ ബി 7,000 rupees or 8,000 rupees. നിങ്ങളുടെ ചിലവ് പോലും നടക്കത്തില്ല. ദ പ്രോബ്ലം ഈസ് ദാറ്റ് വി ആർ നോട്ട് എഡ്യൂക്കേറ്റിംഗ് അവർ ചിൽഡ്രൻ ഹൗ ടു വർക്ക്. I have my second family in Germany. Means I have my foster parents. I have been adopted by a German family. They live in Frankfurt. ഞാൻ എൻ്റെ വർഷത്തിലൊരു 5-6 മാസം ഐ സ്പെൻഡ് ഇൻ യൂറോപ്പ് ആൻഡ് ദെൻ റെസ്റ്റ് ഓഫ് ദി ടൈം ഇൻ ഇന്ത്യ. ഞാൻ അവിടെ അവിടുത്തെ ജർമ്മൻ സിസ്റ്ററിൻ്റെ 2 കുട്ടികളാണ്. അപ്പോൾ മൂത്ത മോള് ഇപ്പോൾ 9 വയസ്സുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 5 വയസ്സൊക്കെ ഉള്ള സമയത്ത് സ്കൂൾ വിട്ട് വന്നിട്ട് അന്ന് സ്കൂളിൽ പഠിപ്പിച്ച എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ബ്രീഫ് ചെയ്യുമ്പോൾ പറയുന്നത് 5ാമത്തെ വയസ്സിൽ ആ കുട്ടിയെ അന്ന് പഠിപ്പിച്ചിരിക്കുന്നത് എന്തിന് വോട്ട് ചെയ്യണം, എങ്ങനെ വോട്ട് ചെയ്യണം. യു ജസ്റ്റ് ഇമാജിൻ. നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല എന്തിന് വോട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല, എങ്ങനെ വോട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ ദേ ടോട്ട് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. 10 വയസ്സാകുമ്പോഴത്തേക്ക് ട്രാഫിക് റൂൾസ് എല്ലാം പഠിച്ചിരിക്കും. അപ്പോൾ നാച്ചുറലി അത്രയും ചെറുപ്പത്തിൽ ട്രാഫിക് റൂൾസ് പഠിക്കുന്ന ഒരാൾ ദേ വിൽ നെവർ വയലേറ്റ് റൂൾസ് ഓൺ ദി റോഡ്. നമുക്കിവിടെ എന്താ പറ്റുക, നമ്മൾ 22 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 18 വയസ്സാകുമ്പോൾ ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ലേണേഴ്സൊക്കെ എടുത്ത് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചെയ്ത്, ഞങ്ങളൊന്നും ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ലേണേഴ്സൊന്നുമില്ല, ഡയറക്റ്റ് ലൈസൻസാണ്. ഇതെല്ലാം പഠിച്ച് വെൻ യു കം ഓൺ ദി റോഡ് വി ആർ ടോട്ടലി സെൽഫിഷ്. നമ്മൾ ശരിക്കും നമ്മുടെ സ്വന്തം റോഡാണെന്നുള്ള സ്റ്റൈലിൽ നമ്മൾ ഓടിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ നിയമത്തെക്കുറിച്ചൊക്കെ നമുക്ക് അത്ര അറിയത്തില്ല. ഇനി അറിയാമെങ്കിൽ തന്നെ വി തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്. സോ ആ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. ഇത് നമ്മുടെ ഒരു കൾച്ചറൽ പ്രോബ്ലമാണ്. ഇപ്പം നമ്മുടെ പിള്ളേരൊക്കെ വെളിയിൽ പോകുമ്പോഴും അവരാദ്യം ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ. ഞാനിപ്പോൾ ജർമ്മനിയിലായിട്ട് ഇപ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് 17 years. അപ്പോൾ എനിക്കത് അറിയാൻ പറ്റും. നമ്മുടെ പിള്ളേർ എന്ത് വെച്ചാൽ they bring their own group. നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അവരവിടെ ഹാപ്പി ആയിട്ട് പോകും. ദേ നെവർ വാണ്ട് ടു ഗോ ടു ദ വെസ്റ്റേൺ പാർട്ട് ആൻഡ് ലേൺ അബൌട്ട് ദി കൾച്ചർ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ടൂറൊക്കെ പോകുമ്പോൾ നിങ്ങളാരെങ്കിലും ഇങ്ങനെ ഫോറിൻ ടൂറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇവിടുന്ന് കണ്ടക്ട് ചെയ്യുന്ന ടൂറുകളെല്ലാം ഒരു ഇന്ത്യൻ കുക്കിനെയൊക്കെ ആയിട്ടാണ് പോണേ. എനിക്ക് എപ്പോഴും ചിരി വന്നിട്ടുണ്ട്. നമ്മൾ സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് മസാല ദോശ കഴിക്കുക, ഇവിടുന്ന് 2 ദിവസം മുമ്പ് പോയ ആളാണ്. അല്ലെങ്കിൽ വൈകിട്ട് ചോറും കറിയും കഴിക്കുക, അവിയൽ കഴിക്കുക. അപ്പം നമ്മുടെ ഒരു കൾച്ചറൽ ഇഷ്യൂ ആണത്. നമ്മൾ അങ്ങനെ ആയിപ്പോയി. സോ വാസ്തവത്തിൽ നമ്മുടെ ലൈഫ് കുറച്ചുകൊണ്ട് എക്സ്പോസ്ഡ് ആവണമെങ്കിൽ വി ഹാവ് ടു റിയലി ലേൺ ഹൗ ദ വേൾഡ് തിങ്സ് അബൌട്ട്. ഇപ്പം നമ്മളൊരു ഓണ്ടർപ്രണർഷിപ്പിൽ ഒരു പ്രൊഡക്റ്റിലേക്ക് വരുവാണ്. ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി നമ്മുടെ ഷോക്കേസിൽ വെക്കുമ്പോൾ വി ഷുഡ് ഹാവ് എൻ ഐഡിയ ഹൂ ഈസ് ഗോയിങ് ടു ബൈ ദിസ്. ഇതാര് വാങ്ങിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചാൽ യു ആർ ഇൻ ടോട്ടൽ ബ്ലാങ്ക്. യു കനോട്ട് ഹാവ് എനി കൈൻഡ് ഓഫ് അസസ്മെൻറ്റ്. അപ്പോൾ അതൊക്കെയാണ് നമുക്കിവിടെ പലപ്പോഴും സംഭവിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു കടയിൽ പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരുപാട് ഐറ്റം എടുത്തിട്ടാൽ ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ നോട്ട് ബി ദാറ്റ് ഷോപ്പ് മേ നോട്ട് ബി ഫോർ യു. അത് നമ്മൾ ഒരു കസ്റ്റമറെ കണ്ടുകൊണ്ടുണ്ടാക്കിയതായിരിക്കും. ഇപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാം ഓൺലൈൻ ബിസിനസ് എസ്പെഷ്യലി ലൈക്ക് ടെക്സ്റ്റൈൽസ് അതിലൊക്കെ ഓൺലൈൻ ബിസിനസ് ഭയങ്കര ബൂമായത്. ചോയ്സ് ഈസ് അമേസിങ്. നിങ്ങൾ എങ്ങനെ കയറി തലകുത്തി മറിഞ്ഞ് നോക്കിയാലും എവിടെയെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നൊരു സാധനം കിട്ടും. പക്ഷെ ചിലപ്പോൾ നിങ്ങളിപ്പോൾ വലിയ വലിയ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കിട്ടിയില്ല എന്ന് വരും. സോ അതാണ് ആ സൈക്കോളജി പഠിക്കുന്ന ഓണ്ടർപ്രണേഴ്സ് വരുന്നതുകൊണ്ടാണ് ആ വ്യത്യാസം വരുന്നത്. നമ്മുടെ ഇപ്പം വലിയ പഴയ ടെക്സ്റ്റൈൽസ് എടുക്കുകയാണെങ്കിൽ യു നെയിം എനി നെയിം, ഞാനൊരു പ്രത്യേക പേര് പറയുന്നില്ല, അവരൊക്കെ ട്രഡീഷണലി ടെക്സ്റ്റൈൽ ഫീൽഡിലുള്ള ആൾക്കാരാണ്. ദേ ആർ ഡൂയിങ് ദ സെയിം തിങ് ഫോർ ഇയേഴ്സ്. അപ്പോൾ ശരിക്കും അവർക്ക് അതിലേക്ക് വരാൻ പറ്റിയിട്ടില്ല.
ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് ഞാൻ തിരിച്ചു വരുവാണ്. നമ്മൾ ഓൺടർപ്രണറിയൽ സ്കിൽസിൽ ഞാൻ എപ്പോഴും ഞാൻ ബിയോണ്ട് അക്കാഡമിക്സിൽ പറയുന്ന മൂന്ന് ടോപ്പിക്കുണ്ട്. ഐ വോണ്ട് ടു റിപ്പീറ്റ് ഇറ്റ് ഹിയർ. വൺ ഈസ് പാഷൻ, ദെൻ ഇറ്റ് ഈസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ദെൻ ഇൻറ്റഗ്രിറ്റി. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഓൺടർപ്രണർഷിപ്പിൽ ഇല്ലാതെ ഡെഫിനറ്റ്ലി യു ഷുഡ് നോട്ട് വെഞ്ചർ ഇൻ ടു എനിത്തിങ്. യു വിൽ ബി എ ഫെയിലിയർ. ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ്. കാരണം നമ്മൾ പലപ്പോഴും ഓർക്കും നമുക്ക് വി ഹാവ് ഗോട്ട് മണി ആൻഡ് വി ക്യാൻ എംപ്ലോയ് ലോട്ട്സ് ഓഫ് പീപ്പിൾ ആൻഡ് വി ക്യാൻ ക്രിയേറ്റ് മാജിക്. വാട്ട് ഈസ് ദ അഷുറൻസ്? നാളെ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, യു ഹാവ് സീൻ മെനി ബിഗ് ഓർഗനൈസേഷൻസ് ഫെയിൽ. ലേറ്റസ്റ്റ് ആണ് നമുക്കറിയാം. ഐ റിയലി ഡോണ്ട് വാണ്ട് ടു ബ്ലെയിം ദം. ബൈജൂസ് ലേണിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. സോ എങ്ങനെ വന്നൊരു കമ്പനിയാണെന്ന് നിങ്ങൾക്കറിയാം. നൗ ദേ ആർ ഗോയിങ് ടു വെരി ബിഗ് പ്രോബ്ലം. ഞാൻ ഇന്നും പത്രത്തിൽ വായിച്ചു, ദേ ഹാവ് ലെയ്ഡ് ഓഫ് 100 employees yesterday. സോ ജസ്റ്റ് ബിക്കോസ് ദേ കനോട്ട് അഫോർഡ് ടു കണ്ടിന്യൂ. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ബൈജു എന്ന് പറയുന്ന മനുഷ്യനെ, ഐ പേഴ്സണലി നോ ഹിം. ഹീ ഈസ് എ ഗുഡ് ടീച്ചർ. Definitely he is a good teacher. But why he failed as a startup? അത് നമ്മൾ അതിൻ്റെ അവസാനത്തെ പോയിൻറ്റ്സിലേക്ക് വരുമ്പോൾ ഐ വിൽ ടെൽ യു. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ആദ്യം മാർക്കറ്റിങ്ങിലാണ് വന്നത്. ഐ വാസ് നോട്ട് ഹാപ്പി. 5 വർഷം മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്തു. നല്ല പൊസിഷനിലൊക്കെ ആയിരുന്നു. പക്ഷേ ഐ വാസ് നോട്ട് ഹാപ്പി. അത് കഴിഞ്ഞ് ഐ ട്രൈഡ് ടു ഗോ ബാക്ക് ടു മൈ ഫാം. ഞങ്ങൾക്ക് ഏലകൃഷിയാണ് ഉള്ളത്. ഐ ട്രൈ ടു മാനേജ് ദാറ്റ്. അവിടെ ഐ വാസ് എ ഫെയിലിയർ. അപ്പോൾ ഐ വാസ് വണ്ടറിങ്, ഞാൻ പഠിച്ചതാണെങ്കിൽ MA ലിറ്ററേച്ചറാണ്, BA MA ലിറ്ററേച്ചറാണ്. ഐ എം സപ്പോസ് ടു ടീച്ച് ഇംഗ്ലീഷ്. പക്ഷേ അതിലും ഞാൻ ശോഭിച്ചില്ല ശരിക്കും. അപ്പോൾ ഇറ്റ് വാസ് എ ബിഗ് റൺ ഫോർ ഓൾമോസ്റ്റ് 7 to 8 years ടു ഐഡൻറ്റിഫൈ മൈ പാഷൻ, ആൻഡ് ഐ ഐഡൻറ്റിഫൈഡ് ദറ്റ് മൈ പാഷൻ ഈസ് ഇൻ ടൂറിസം. ദാറ്റ് വാസ് ഹാപ്പനിങ് ഇൻ 1995. അത്ര സമയമെടുത്തു. ഞാൻ 1989 പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 6 years എടുത്തു എൻ്റെ പാഷനിലേക്ക് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആൻ ഇന്നർ കോൾ. നമ്മൾ വി ഹാവ് ടു റിയലി തിങ്ക് അബൌട്ട് whenever you do your studies or when you do your thinking about your career. നമുക്ക് ചിലർക്കാണ് PSC എഴുതി ഗവൺമെൻറ് ജോലി കിട്ടിയാൽ വി ആർ ഹാപ്പി. നമുക്ക് 55 വയസ്സ് വരെ പേടിക്കണ്ട. ചിലർക്കാണെങ്കിൽ വെളിയിൽ പോയി വർക്ക് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതേ ഹാപ്പി. പക്ഷേ ഇതിനെല്ലാം അതിൻ്റേതായ പ്രശ്നങ്ങളുമുണ്ട്. നമ്മുടെ പാഷൻ അറിയാതെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ. കാരണം ഞാൻ എപ്പോഴും പറയും, ഐ ഹാവ് സെൻഡ് മൈ സൺ ഫോർ ഹിസ് ജർമ്മൻ ലാംഗ്വേജ് സ്റ്റഡീസ് നൗ. ഹി ഈസ് ഇൻ ജർമ്മനി നൗ. ബട്ട് ഐ ആസ്ക്ഡ് ഹിം, are you going to stay there or coming back? He said no, he will come back. And I am happy he will come back because I know the situation in Europe, or any Western countries, because I am handling only the Western clients. It is not safe as before. നമ്മൾ പലപ്പോഴും ഓർക്കുമ്പോൾ ഇവിടുന്ന് പോകുന്ന സ്റ്റുഡൻസൊക്കെ നമുക്കറിയാം പഠിക്കാൻ വേണ്ടി. I know many people they have taken big loans like 25 to 30 lakh rupees, and you pay big agency fees. Agency will make money, I am sure. But after when you complete your studies, പല യൂണിവേഴ്സിറ്റികളിൽ ഓഫർ ചെയ്യുന്ന കോഴ്സസ് എന്ന് പറഞ്ഞാൽ ജോബ് ഓറിയൻറ്റഡേ അല്ല. യു വിൽ ഗെറ്റ് എ സർട്ടിഫിക്കറ്റ് ബട്ട് യു വിൽ നോട്ട് ഗെറ്റ് എ ജോബ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. സോ ഐ വാസ് ജസ്റ്റ് അപ്രീഷിയേറ്റിംഗ് യുവർ മാനേജ്മെൻറ്റ് ഹിയർ ടു ഫോർ കണ്ടക്ടിങ് ദിസ് പെർട്ടിക്കുലർ ഓൺടർപ്രണർഷിപ്പ് ക്യാമ്പ്. ബിക്കോസ് നമുക്ക് വി ഹാവ് ഗോട്ട് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇന്ത്യക്കുള്ള ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്താണെന്നറിയാമോ? ഒരു ബിസിനസ് ആളെ സംബന്ധിച്ചിട്ട് വാട്ട് ഈസ് എ ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്ത്യ? I am not talking about a branch of business. നമുക്ക് ബിസിനസ് സക്സസ്ഫുൾ ആവുമെന്ന് ധൈര്യത്തിൽ പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? Population. Who said that? Yeah, good. Population. You see, that's the biggest thing. We are one of the biggest. Next to China, we are the second biggest consumer market in the world. You just imagine. 1.4 billion people are there to take our products, and they have to consume. അപ്പം നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, വിൽ ബി what you call 5 trillion or 10 trillion economy in the coming years. അത് പറയാൻ വേണ്ടി ദിവ്യശക്തി ഒന്നും വേണ്ട. ബിക്കോസ് വി ഹാവ് ഗോട്ട് സച്ച് എ പോപ്പുലേഷൻ ഹിയർ ഹൂ വാണ്ട് ടു കൺസ്യൂം തിങ്സ്. അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ, ഡ്രസ്സ് ചെയ്യണ്ടേ, ദേ ഹാവ് എവറിത്തിങ്. സോ ദേ ഹാവ് ടു കൺസ്യൂം. അത് ഈ രാജ്യത്ത് തന്നെ നടന്നേ പറ്റുള്ളൂ. സോ ദർ ഇസ് എ ബിഗ് പൊട്ടൻഷ്യൽ ഫോർ ഇന്ത്യ. സോ എന്നോട് പലരും ചോദിക്കും, ഇൻ 2006 when I reached Germany, I could change my passport to German passport because I have been adopted by a German family. എന്നോട് പലരും ചോദിച്ചു, why didn't you change your passport? I said, I never want to live in Germany. I never want to leave India at all because I was so confident. Of course, sometimes we have got our own issues, namakku frustrations ഒക്കെ നമുക്ക് കിട്ടുമായിരിക്കും, പക്ഷേ still. So what I was telling about the passion part. So once I identify my passion, I started my own company. We were doing good business and all.
In 2016, I was attending a big travel trade fair in Berlin in Germany. So we have got a particular pavilion, India pavilion, and in that we have got a small space where we can exhibit our company and we can meet agents and talk. So one gentleman came in. He was in a very shabby jeans and a t-shirt and all. He came without an appointment. Normally in these big fairs, we get appointments and we have to wait for the appointments. So this person did not have any appointment. He just came in and he introduced me as the dean of a university. So I could not believe, because his presence was like, very, very shabby presence. And I also thought, what a dean of university has to do with me. കാരണം ഞാൻ ടൂറിസമാണ്, എഡ്യൂക്കേഷനോട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ പുള്ളി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, we have a tourism department where we take our students every year for 15 days tour. ഓരോ വർഷം പുതിയ ഡെസ്റ്റിനേഷനിൽ പോകും. സോ നമുക്ക് 2014 കേരളത്തിലെ കുമരകം എന്ന് പറയുന്ന ഡെസ്റ്റിനേഷന് വേൾഡ് UNWTO, യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ്റെ യുലീസസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് അവാർഡാണ് സസ്റ്റൈനബിലിറ്റിയിൽ. ആ അവാർഡ് കുമരകത്തിന് കിട്ടിയത് 2014. അപ്പോൾ ദേ ന്യൂ ഇറ്റ്. അവർ കേരളത്തെക്കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു. So they wanted to bring a group of students to Kerala to study what were the things which prompted UNW to give a Ulysses Award to Kumaragam. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് പുള്ളി വന്നത്. അപ്പോൾ ദെൻ ഐ ഹാഡ് ആൻ ഇൻട്രസ്റ്റ് ദിസ് എ നൈസ് ഓപ്പർച്യൂണിറ്റി, ബിക്കോസ് സ്റ്റുഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട്. സോ വി ഡിസ്കസ് ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് ഹി സെഡ് ഹി വിൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് മീ ദ ഡീറ്റെയിൽസ്. ആ ഒരു പുള്ളിക്കൊരു ബിസിനസ് കാർഡൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പുള്ളി ഇമെയിലൊക്കെ എഴുതി വെച്ചു, തിരിച്ചു വന്നിട്ട് മെയിൽ അയച്ചു. മെയിലിന് റിപ്ലൈ ഒന്നുമില്ല. സോ ഐ തോട്ട് ഇറ്റ് വാസ് ജസ്റ്റ് എ ബ്ലഫ്. പുള്ളി ചുമ്മാ വാചടിച്ചിട്ട് പോയതാണെന്ന് ഓർത്ത്. ഒരു മാസം കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് പുള്ളിയുടെ അസിസ്റ്റൻറ്റ് സെൻഡ് മീ എ മെയിൽ ആസ്കിങ് മീ, യു ഹാഡ് എ ഡിസ്കഷൻ വിത്ത് മിസ്റ്റർ ഹ്യൂബർട്ട്, സോ വി വാണ്ട് ടു റിയലി ടേക്ക് അറൌണ്ട് 28 സ്റ്റുഡൻറ്റ്സ് ആൻഡ് 3 faculty to this particular tour, and we can spare around 5 days in Kerala, and you should do this and that, all these kind of things. So I requested for another 2 more days for Kerala. They said they can give only 6 days. So in 6 days, I designed a tour, and I thought, I will guide the group, because it's a student group from the European country, so I could also learn something from them, what they are learning, what is their patterns and all. So we did a fantastic tour in Kerala. They were very happy, and on the last day, we had an education session, like, in my office, I was supposed to give them a lecture on how we are operating tours in India. So it was in our own office. So they interacted with all the team and all. So after the lecture, we were just going to the airport to send them off. So in the coach, the dean of the university was thanking me for helping them, and before he wound up his speech, he said, George, we will be happy to invite you as a guest lecturer in our university. So I was a little shocked and embarrassed, because I am not having any qualification to teach a tourism academy, because I have not done any tourism courses. So I asked him, are you sure? He said, of course, you will get an invitation. So after a few weeks, I got the invitation. ഞാനൊരു ഏപ്രിൽ മാസത്തിൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു സമ്മർ സെഷനാണ് അവരുടെ. ഒരു രണ്ട് ബാച്ചിന് ഒരു 3 hours വെച്ചുള്ള 2 sessions എടുക്കാൻ പറഞ്ഞു. So I did the lecture and I just came back. So they were also happy, and it's all on paid basis. They pay our flight, and there's a fees for the lecture and all. And I had a big impression, the university classrooms, അവരുടെ ഒരു ambience, teachers' behavior, and നല്ലൊരു സീരിയസ് അറ്റ്മോസ്ഫിയറാണ്. എല്ലാം വന്നു കഴിഞ്ഞ് ഞാൻ എൻ്റെ ജർമ്മനിയിലെ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം താമസിച്ച് ഞാൻ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞൊരു 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ജർമ്മനിയിൽ എൻ്റെ മമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോർജ്, യു ഹാവ് ഗോട്ട് എൻ എൻവലപ്പ് ഫ്രം ദി യൂണിവേഴ്സിറ്റി. ഇറ്റ്സ് എ ബിഗ് തിക്ക് എൻവലപ്പ്. ഞാൻ പറഞ്ഞു, യു ജസ്റ്റ് ഓപ്പൺ ഇറ്റ്, ഐ വിൽ ബി കമ്മിങ് ആഫ്റ്റർ 1 or 2 months only, so you can just open it to see what it is. And when she opened, she said, this is an appointment letter as a permanent external lecturer. So I was so surprised to see this, because it's not easy to get into a university in Europe, and that's also a government-run university. And the papers were all pertaining to your tax papers, your insurance, your pension papers. So I was wondering, as I was in India, I could not even ask them, why you chose this. And then when I went for the next lecture,
I took an appointment with my dean and I asked him, what made you to decide to appoint me as a lecturer? Because I'm the only one in my university from India, and also I'm not from tourism field at all. So he said, George, we traveled with you 6 days with our group, and we could see the passion you have shed throughout the tour. I mean, from the first communication, designing an itinerary, operating the tour, explaining things, handling clients, everything. So we want such a passionate person to teach our tourism students, because we have got experts in academics, we don't need anyone for academics. So you have to come with this. So that was a big enlightenment for me. നമുക്ക് പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നത് പൈസ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, അല്ലേ? നമുക്ക് ചില സർപ്രൈസസ് ഗീവ്സ് അസ് ഹാപ്പിനെസ്. എൻ്റെ ലൈഫിൽ, എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹാപ്പി മൊമെൻ്റ് അതാണ്. ഞാൻ ഇപ്പോഴും പറയും, because that was such a nice organization, and I am teaching with the professors from University of Chicago, Hong Kong University, Emirates Academy. You just imagine, നമുക്ക് അതേ ഒരു റെസ്പെക്റ്റ് തന്ന് ആ ഒരു പൊസിഷനിലേക്ക് അവർ കൊണ്ടുവരാനുണ്ടായ ഒരേ ഒരു റീസണാണ്. They have never asked my certificates. They have never checked what I have learned. You just imagine. And it is an AACSB accredited. You may be knowing that, നമുക്കിവിടെ NAC accreditation ഉണ്ട്, അതുപോലെ ഇൻ്റർനാഷണൽ accreditation ആണ് AACS എന്ന് പറഞ്ഞത്. ആ അക്രഡിറ്റേഷനുള്ള യൂണിവേഴ്സിറ്റിയിലാണ് this is happened. So that is the focus of the Western education. They are creating entrepreneurs, really. When you come out of, whether you start your own business is a totally different thing. If you are working with somebody also, you can be an owner, as I said. You can show your ownership. That's the career growth. So passion is a must, and you should identify your passion. If you, as I told you, you have got a business background in the family, and if you are asked to join your family business, if you are not passionate enough to really join that business, never do that, because you will not be a success. നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേറൊന്നുണ്ട്. ഞാൻ പറയാം, എവറി ഹ്യൂമൻ ബീങ് ഈസ് ഡിസൈൻഡ് ലൈക്ക് ദാറ്റ്. ദർ ഇസ് എ പാഷൻ ഇൻബിൽറ്റ്. നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പലപ്പോഴും പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ നമ്മളെപ്പോഴും ഞങ്ങൾ വീടുകളിലൊക്കെ ആണെങ്കിലും പറയും, ഇപ്പോൾ എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നതിനേക്കാളും കൂടുതൽ അവളുടെ ഫ്രണ്ട് പറഞ്ഞാൽ കേൾക്കും. സോ ദാറ്റ്സ് എ വേ. നമ്മുടെ ഒരു മെൻ്റൽ സ്റ്റേച്ചർ അതാണ്. നമ്മൾ പലപ്പോഴും നമുക്കൊരു വളരെ ക്ലോസ് ഒരു അഡ്വൈസർ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെയാണ് സ്റ്റുഡൻസിന് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു ഗ്രൂപ്പ് അഡ്വൈസറി ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വേറെ നിങ്ങളുടെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ പേരൻസോ പറയുന്നതിനപ്പുറം ഈ അഡ്വൈസറി ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നതായിരിക്കും നിങ്ങൾ എടുക്കുക. അപ്പോൾ നമ്മൾ പലപ്പോഴും റോങ് ഡിസിഷൻസിലേക്ക് പോകും, നമ്മുടെ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്യാതെ. ദാറ്റ് എസ്പെഷ്യലി വെൻ യു ചൂസ് യുവർ കരിയർ, യു നെവർ ഡു ദാറ്റ്. യു ഷുഡ് റിയലി ഐഡൻറ്റിഫൈ യുവർ പാഷൻ. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. നിങ്ങൾ വീട്ടിൽ ചുമ്മാ ഇരിക്കാൻ ഡിസൈഡ് ചെയ്താൽ പോലും you should think that you have a passion for sitting idle like that. So that is one thing. Then comes to attitude. നമുക്കറിയാം, നമുക്ക് വളരെ പ്രശ്നമുണ്ട്. നമ്മൾ ഇന്ത്യയുടെ ഒരു ഡൈവേഴ്സിറ്റി ഒക്കെ പറയുമ്പോൾ, നിങ്ങൾ കേരളത്തിന് വെളിയിൽ അല്ലെങ്കിൽ സൗത്തിന് വെളിയിലേക്കൊക്കെ യാത്ര ചെയ്തുള്ളതെങ്കിൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് അറിയാൻ പറ്റും. നമ്മൾ കേരളത്തിൽ താമസിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ആൾക്കാർ ദേ ആർ വെരി ഫ്രണ്ട്ലി, ദേ ടോക്ക് നൈസ്ലി. നമുക്ക് ഒരു അരഗൻസ് ഒന്നും നമുക്ക് പലപ്പോഴും കാണാൻ പറ്റത്തില്ല. എക്സെപ്ഷൻസ് ഉണ്ടാവാം, പക്ഷേ ജനറലി ഇല്ല. പക്ഷേ വെൻ യു ഗോ ടു നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ, അവർ ഡെലിബറേറ്റ്ലി നമ്മളോട് അരഗൻസ് കാണിക്കുന്നതല്ല, അവരുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജാണിത്. സോ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്, ദേ ആർ വെരി അരഗൻ, എസ്പെഷ്യലി ദ ടാക്സി ഡ്രൈവേഴ്സ്, ചില ഹോട്ടലിലെ സ്റ്റാഫ്. അപ്പോൾ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും ശരിക്കും പറഞ്ഞാൽ. അപ്പം ഈ ആറ്റിറ്റ്യൂഡ് നമ്മൾ കറക്റ്റായിട്ട് മോഡിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, വെൻ വി ആർ ഇൻ ടു ദ ബിസിനസ്സിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ വെൻ യു ആർ വർക്കിംഗ് സംവെയർ, യു ഹാവ് ടു റിയലി ഫേസ് ദ കസ്റ്റമേഴ്സ്, ഹൂർ ഇറ്റ് ഈസ്, ഏത് ഫീൽഡിൽ പോയാലും. ബിക്കോസ് if you have to earn money, you have to serve something. നിങ്ങളൊരു സർവീസ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യണം. സോ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ആൾക്കാർക്ക് കഴിയുകയും ചെയ്യും. സോ മൈ ബേസിക് പോയിന്റ്, യു ഷുഡ് ഹാവ് എ വെരി നൈസ് ആറ്റിറ്റ്യൂഡ്, ആൻഡ് ദ പീപ്പിൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ്, യുവർ കസ്റ്റമർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഓൾസോ. നമുക്ക് നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടായിട്ട് കാര്യമില്ല, ദി കസ്റ്റമർ ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഒരു വീക്കിൽ ഞങ്ങൾക്ക് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ഉണ്ട്. ഫ്രൈഡേ ആകുമ്പോഴത്തേക്ക് പിന്നെ ഒരു ഹോളിഡേ മൂഡാണ് യൂറോപ്പിലെല്ലാം. വീക്കെൻഡ് എപ്പോഴും അങ്ങനെ. അപ്പോൾ നോർമലി വീക്കെൻഡ്സിൽ ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ കുറേ ടീച്ചേഴ്സ് എല്ലാം കൂടി ഞങ്ങൾ ഈ ഓസ്ട്രിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ആൽപ്സ് മൗണ്ടൻ്റെ ബേസാണ്. ശരിക്കും ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഇൻസ്ബ്രൂക്ക് എന്ന് പറയുന്നത് ചുറ്റും നാല് സൈഡിലും ആൽപ്സ് മൗണ്ടൻസാണ്. സോ ദർ ആർ എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വാക്കിംഗ്, ഗൈഡഡ് ട്രെക്സ് ഉണ്ട്. നമുക്ക് നല്ല രസമായിട്ട് പോകാം. സ്കീയിങ് അറിയാവുന്ന സ്കീയിങ്ങിന് പോകാം.
അപ്പം സമ്മറിൽ പോകുമ്പോൾ തണുപ്പുള്ള സമയത്തൊക്കെ നമുക്ക് എസ്പെഷ്യലി വെൻ വി ആർ ഓൾഡ് നിങ്ങൾ ചെറുപ്പക്കാർക്കൊക്കെ പറ്റും, അത്ര തണുപ്പത്തൊന്നും നമുക്ക് നടക്കാനൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ സമ്മർ സെഷനിലാണ് നമ്മൾ ഇതിനൊക്കെ പോകുന്നത്. അപ്പോൾ വീക്കെൻഡുകൾ എപ്പോഴും അങ്ങനെയാണ് പോകാറ്. അപ്പോൾ ഒരു വീക്കെൻഡ് ഞാനവിടെ നിൽക്കുമ്പോൾ എനിക്ക് അന്ന് ശനിയാഴ്ച എൻ്റെ അടുത്ത് വരാൻ ആരുമില്ല, കാരണം എല്ലാവർക്കും വേറെ അസൈൻമെൻറ്റ്സ് ഉണ്ട്. സോ മൈ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഷീ ഗൈഡഡ് മീ വാട്ട് ടു ഡു ഓൺ സാറ്റർഡേ. സോ എനിക്കൊരു സ്പെഷ്യൽ റൂട്ട് തന്നു. ആ റൂട്ടിൽ നടന്നാൽ മതി. ഒരു 8 കിലോമീറ്റർ നടന്നാൽ നമ്മുടെ ആൾസിൻ്റെ തൊട്ട് താഴെ എത്തും. അവിടെ നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട്, വണ്ടിയൊന്നും പോകത്തില്ല, ഈവൻ ബൈക്ക് പോലും പോകത്തില്ല. അവിടെ ലഞ്ചൊക്കെ കഴിച്ച് തിരിച്ച് നടന്നു വരാം, നല്ലൊരു വോക്കാന്ന് പറഞ്ഞു. സോ ഐ ടുക്ക് ദിസ് വോക്ക്. ഞാൻ അവിടെ ചെന്ന് മേളിൽ ചെന്ന് ലഞ്ചൊക്കെ കഴിച്ച് തിരിച്ചൊരു 4 മണിയൊക്കെ ആയപ്പോൾ തിരിച്ചു വന്നു. ഞാൻ അന്ന് ആ സമയത്ത് ഞാൻ അവിടെ താമസിക്കുമ്പോൾ അവിടെ ഒരു വലിയ കോൺഫറൻസ് നടക്കുകയാണ് ഇൻസ്ബ്രൂക്ക് എന്ന് പറഞ്ഞ ടൗണിൽ. അവിടെ ഈ സ്കീയിങ് ടൂറിസത്തിൻ്റെ വലിയ ഏരിയയാണ്. അപ്പോൾ എനിക്ക് ഹോട്ടലുകളിലൊന്നും റൂം കിട്ടാത്തതുകൊണ്ട് ഞാൻ താമസിക്കുന്ന യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലാണ്. അപ്പോൾ ഹോസ്റ്റലിൽ കുഴപ്പമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് റെസ്റ്റോറൻ്റ് ഒന്നുമില്ല, തന്നെ കുക്ക് ചെയ്ത് വേണം കഴിക്കാം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സും ഒക്കെ എടുത്തിട്ട് പിന്നെ തന്നെ കുക്ക് ചെയ്യാനൊക്കെ മടിയാണ്. അപ്പോൾ നോർമലി വി ട്രൈ ടു ഗോ ടു എ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞാൻ ഈ 4 മണിക്ക് തിരിച്ച് വരുന്ന സമയത്ത് ഐ വാണ്ടഡ് ടു ഹാവ് എ കോഫി. നല്ല തണുപ്പുണ്ടായിരുന്നു, ചെറിയ മഴയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിന് തൊട്ട് പുറത്ത് വളരെ ഫേമസ് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരെ അവിടെ ചെന്ന് കയറി ഒരു കസേരയിലിരുന്നു. വളരെ നല്ലൊരു ജെൻറ്റിൽമാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, വാട്ട് യു നീഡ്. പുള്ളിക്ക് ഇംഗ്ലീഷ് ശരിക്കും അറിയത്തില്ല, ജർമ്മനിയിലാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ കോഫി. പുള്ളി പറഞ്ഞു, ഐ എം സോ സോറി, വി ആർ ക്ലോസ്ഡ് ആഫ്റ്റർ ലഞ്ച്. ഞങ്ങൾ ഇനി 7 മണിക്ക് തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ യൂറോപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ലഞ്ചിന് ബ്രേക്കിന് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 7 മണിക്കെന്ന് പറഞ്ഞാൽ 7 മണിക്കേ തുറക്കുള്ളൂ. അത് ഈവൻ കടകളാണേലും അതെ, ക്ലോസിങ് ടൈം എന്ന് പറഞ്ഞാൽ കമ്പൾസറിയാണ് അവർ, കാരണം അവർക്ക് ജോലിക്കാർക്ക് ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കണം, അങ്ങനത്തെ കുറേ ടേംസൊക്കെ ഉണ്ട് അവിടെ. അപ്പം ആയിത്തോട്ടെ, എനിക്ക് മനസ്സിലായി നമുക്ക് കാപ്പി അവിടെ നിന്ന് കിട്ടത്തില്ലെന്ന്. അപ്പോൾ സോ ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് കമ്മിങ് ഔട്ട്. പക്ഷേ ഈ ജെൻറ്റിൽമാൻ ഹീ കെയിം ആഫ്റ്റർ മീ ആൻഡ് കോൾ മീ ബാക്ക്. He said, I am sure you are badly in need of a coffee, so I should help you. It's not for the business or something. So പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് അവരുടെ കോഫി ബാറിലേക്ക് പോയി. അവിടെ ഒരു കോഫി കൗണ്ടർ ഉണ്ട്. അവിടെ കോഫി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, യൂറോപ്യൻസിന് കോഫി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ക്രേസാണ്. നമ്മളിവിടെ ചായ എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പോൾ അവരുടെ കോഫി കൗണ്ടേഴ്സൊക്കെ ഭയങ്കര രസമാണ്. അവിടെ സെറ്റ് ചെയ്ത് പുള്ളി വന്നിങ്ങനെ ഞാൻ നോക്കുമ്പോൾ പുള്ളിയുടെ ഒരു എംപ്ലോയി, വേറൊരു ഷെഫാണ്, കുക്കാണ്. പുള്ളി അകത്തിരുന്ന് ലഞ്ച് കഴിക്കുക. അപ്പോൾ ആ മനുഷ്യനെ ലഞ്ചൊക്കെ നിർത്തിയിട്ട് പുള്ളി ഓടി വന്നു. അപ്പോൾ ഞാൻ ഓർത്ത്, വൈ ഷുഡ് ഹീ കം, കാരണം ഇയാൾ ഓൾറെഡി എനിക്ക് കോഫി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇയാൾ വന്നപ്പോൾ എന്താ വെച്ചാൽ ഇയാൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ദാറ്റ് മാൻ പുള്ളിക്കാരൻ അങ്ങോട്ട് മാറി തന്നു. അപ്പോൾ എനിക്ക് കോഫി ഉണ്ടാക്കി തന്നു. അവിടെ മെഷീൻ കോഫിയാണ് കേട്ടോ. ഞാനപ്പോൾ ചോദിച്ചാൽ എത്രയാണ് എൻ്റെ വില. അപ്പോൾ 3 യൂറോ. 3 യൂറോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു നല്ല റെസ്റ്റോറൻറ്റിലെ ഏറ്റവും മിനിമം ബില്ല. 3 യൂറോ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു 270 രൂപയൊക്കെ വരും ഇപ്പം, ഏറ്റവും ചെറിയ ബില്ല്. അപ്പോൾ ഞാൻ ചേഞ്ച് ആയിട്ട് കൊടുത്ത് പുള്ളി അന്നേരം പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ട് ഹീ വെൻ പാക്ക്. പുള്ളിയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്ന് വൈനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ കോഫി കുടിക്കുന്ന സമയത്ത് എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബുക്ക് ഷെൽഫുണ്ട്, വലിയൊരു ഷെൽഫ് വെച്ചിട്ടുണ്ട്. ആ ഷെൽഫിൽ നിറയെ കുക്കറി ബുക്സാണ്. പക്ഷേ പല ടൈപ്പ് കുക്കറി ബുക്സാണ്. എല്ലാ ബുക്കിലും പിക്ചർ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ, എന്നെ കാപ്പി കുടിക്കാൻ വിളിച്ചുകൊണ്ട് വന്ന മനുഷ്യൻ്റെയാണ്. സോ ഐ ജസ്റ്റ് was curious to understand who this fellow is. And when I read about him, he was one of the most wanted chef in Austria. ആ മനുഷ്യനാണ് എനിക്കൊരു കാപ്പി എടുത്ത് തരാൻ വേണ്ടി പുള്ളിയുടെ ഫ്രണ്ട്സിൻ്റെ കമ്പനിയൊക്കെ വിട്ടിട്ട് എനിക്ക് വന്നിട്ട്, അത് 3 യൂറോയുടെ ബിസിനസ്സാന്ന് പറയണം. സോ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വി കനോട്ട് കമ്പയർ. ആൻഡ് ഐ ആം ഷുർ ഹി വാസ് സോ സക്സസ്ഫുൾ ഇൻ ഹിസ് ലൈഫ്. ആ മനുഷ്യൻ്റെ മുഖം കണ്ടാലറിയാം, ഭയങ്കര ഒരു വൈബ്രൻസ് ഉള്ള. ഞാനിപ്പം എൻ്റെ പ്രസൻറ്റേഷൻസ് ഞാൻ കൊണ്ടുവരാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഐ ഹാവ് ദ ഫോട്ടോ, എനിക്കൊരു സ്ലൈഡ് തന്നെ ഉണ്ട് അതിന്. ഹി ഈസ് സച്ച് എ വെരി പാഷനേറ്റ് ഓൺട്രപ്രനർ, ഐ ഷുഡ് സേ. ആൻഡ് ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം ചെന്നപ്പം ഹി ഹാസ് ക്ലോസ്ഡ് ഹിസ് ഷോപ്പ് ബിക്കോസ് ഹി വാണ്ടഡ് ടു റിട്ടയർ. യൂറോപ്പിലൊക്കെ അങ്ങനെയാണ്, നമ്മളിവിടുത്തെ പോലെ മരിക്കുന്നത് വരെ കച്ചവടമൊന്നും ചെയ്യത്തില്ലാരും. ദേ ഹാവ് ഗോട്ട് എ റിട്ടയർമെൻറ്റ് ഏജ്. വെൻ ദേ ആർ ഫിറ്റ് ടു ദാറ്റ് ദേ വിൽ ജസ്റ്റ് റിട്ടയർ ആൻഡ് ജസ്റ്റ് ഷട്ട് ഇറ്റ് ഡൗൺ. സോ ദാറ്റ്സ് എ വേ ദേ ഡു. അല്ലെങ്കിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദേ എൻജോയ് ദ ഓൺട്രപ്രണർഷിപ്പ് അൺടിൽ ദേ ഡു ഇറ്റ് ആൻഡ് ദേ ഹാപ്പി വിത്ത് ദാറ്റ്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഉള്ളൊരു ഗുണം വെച്ചാൽ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ട്. നമുക്കിപ്പോൾ ഈവൻ ഐ ആം എലിജിബിൾ, എനിക്കിപ്പോൾ എൻ്റെ പെൻഷൻ സ്കീം ഓസ്ട്രിയയിലാണ്. സോ വെൻ ഐ റിട്ടയർ ഡെഫിനറ്റ്ലി ഐ ഗെറ്റ് മൈ പെൻഷൻ ഫ്രം ഓസ്ട്രിയ. സോ ഐ ഡോണ്ട് നീഡ് ടു റിയലി വറി മച്ച് അബൌട്ട് മൈ ഫ്യൂച്ചർ. പിന്നെ അവരെ സംബന്ധിച്ച് നമ്മുടെ ഇവിടുത്തെ പോലെയല്ല. ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ ഞങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാവരും നിങ്ങളുടെയൊക്കെ പേരൻസ് ചെയ്യുന്ന മക്കളെ പഠിപ്പിച്ച് വലുതാക്കി ഒരു പൊസിഷനിൽ എത്തുന്നവരെ, ചിലപ്പോൾ ഒരു കല്യാണമൊക്കെ വെച്ചിട്ട് കുട്ടിയാകുന്നവരെ നിങ്ങളെ അതുപോലെ പാമ്പർ ചെയ്ത് കൊണ്ടു നടക്കും. പക്ഷേ യൂറോപ്പിലൊന്നും അങ്ങനെ സിസ്റ്റം ഒന്നുമില്ല. യുവർ ഓൺ വെൻ യു ആർ പാസ്ഡ് ഔട്ട് ഓഫ് 9th സ്റ്റാൻഡേർഡ്. സോ ഒരു 16 years ഒക്കെ ആകുമ്പോൾ യു ആർ ഫ്രീ. 19 ഒക്കെ ആകുമ്പോൾ യു ക്യാൻ റിയലി ഗോ ഔട്ട് ഓഫ് യുവർ ഹൗസ്. യു ക്യാൻ ബി ഓൺ യുവർ ഓൺ.
So this is the attitude, which we really need in our life. When I am talking about passion or attitude or whatever, this is all connected with your life also, not only about your career or your business. നമ്മുടെ ഒരു ലൈഫിലെ ആറ്റിറ്റ്യൂഡ് നല്ലതാണെങ്കിൽ we get more very nice friends and our family will be happy with us. This can happen, നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിലൊക്കെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ we do not know what to do at some stages, especially നമ്മളിപ്പോൾ കോവിഡിൻ്റെ സമയത്ത് എനിക്കറിയാം സ്റ്റുഡൻസിൻ്റെ ഒരു മെൻ്റൽ ട്രോമ വാസ് റിയലി ഹൈ. കാരണം നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങളുടെ ഒരു സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ പുറത്ത് പോകുമ്പോൾ യു ആർ ടോട്ടലി ഔട്ട്, വീട്ടിലിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യു കനോട്ട് ഈവൻ ഇമാജിൻ. നമ്മൾ അതിൽ നിന്നെല്ലാം നമുക്കൊരു റിലീഫ് തരുന്നതാണ് നമ്മുടെ കൈൻഡ് ഓഫ് പാഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ്. നമുക്ക് പലപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും വാട്ട് എൽസ് വി കുഡ് ഡു. സോ ഞാൻ കോവിഡിൻ്റെ സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ശരിക്കും വെറുതെ ഇരിക്കുകയാണ്. അന്ന് എനിക്ക് ഇവിടുന്ന് ആദ്യത്തെ ഒരു 6 മാസം അറിയാമല്ലോ, ദേ വർ നോട്ട് അലോവിങ് അസ് ടു ഡ്രൈവ് ഓൾസോ. സോ ഇവൻ എൻ്റെ എസ്റ്റേറ്റിൽ പോലും പോകാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. സോ വീട്ടിലേക്ക് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഐ ഡിഡ് എ ലോട്ട് ഓഫ് കോഴ്സസ് ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് കൊളറാഡോ, ദെൻ UN, കുറേ പഠിച്ചു. ഒരു വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നു ഐ കളക്റ്റഡ് അറൗണ്ട് 6 or 7 സർട്ടിഫിക്കറ്റ്സ്, വെരി വാല്യുബിൾ സർട്ടിഫിക്കറ്റ്സ്. ഈവൻ നൗ ഐ ഡു ദാറ്റ്. കാരണം നമുക്ക് അത് നമ്മുടെ ഒരു പാഷനാണ്. So when we have got a passion for this, we learn new things which will help you in future. Then I come to integrity. Integrity എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, ഇതാ ഇങ്ങനെയുള്ളിടത്താണ് ഈ മലയാളത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കതിന് അർത്ഥം, ഇൻറ്റഗ്രിറ്റിയുടെ അർത്ഥം അറിയാം ആർക്കെങ്കിലും? ഇൻറ്റഗ്രിറ്റിക്ക് ഒരു മലയാളം വാക്കുണ്ട്, പ്രതിബദ്ധത എന്നൊക്കെ പറയും. പക്ഷേ ആക്ച്വലി അതിനേക്കാളൊക്കെ ഒരുപാട് അപ്പുറം ഇൻറ്റഗ്രിറ്റി. നമ്മൾ ഹൗ വി behave in certain situations, whether it is in life or in your business or in career, how far you can go. ഇപ്പോൾ നമ്മൾ പറയും ചിലരൊക്കെ എക്സ്ട്രാ മൈൽ, they have gone extra mile to satisfy this customer എന്ന് പറയും. ആ എക്സ്ട്രാ മൈലിന് there should be a measurement. നമ്മൾ എവിടം വരെ പോകാമെന്നുള്ളതുണ്ട്. ശരിക്കും നമുക്കറിയാം, നമ്മൾ ബിസിനസ്സിലൊക്കെ വരുമ്പോൾ we have got a clear definition. നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പം നമ്മൾ if you are running a maybe an organic shop, അപ്പോൾ നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. we have placed our products, we just procure from the right source and we sell it to customer. നമുക്കതിനപ്പുറത്ത് പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല. So what else if somebody comes and asks you how to prepare food with this particular material? അപ്പോൾ ഇനിഷ്യലി നമ്മളൊരു ഇൻറ്റഗ്രിറ്റി ഒന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരു ജസ്റ്റ് ബിസിനസ്സുകാരനാണെങ്കിൽ അവർ പറയും എൻ്റെ പണിയല്ല, നിങ്ങൾ കൊണ്ടുപോയി നിങ്ങൾ യൂട്യൂബ് നോക്കുക എങ്ങനെയാണ് ചെയ്യാമെന്ന് പറയും. പക്ഷേ that is the difference. But if you can really help out them with a recipe, or try to introduce someone who knows the recipe, that's an extra mile. So that is where you are going to grow in your business or in your life. നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിലും നമ്മൾ ഹെൽപ്പൊക്കെ നിങ്ങൾ കോളേജ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ കാശ് ചോദിച്ചുള്ള ഹെൽപ്പല്ല ഞാൻ പറയുന്നത്, മറ്റുള്ള ഹെൽപ്പുകളൊക്കെ ചോദിക്കുമ്പോൾ ദർ ഇസ് എൻ എക്സ്റ്റെൻഡ് അല്ലേ, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഹെൽപ്പ്, ഒരു ലിമിറ്റ് ഉണ്ട് നമുക്കറിയാം. പക്ഷേ സം ഫ്രണ്ട്സ് ദേ ഗോ ബിയോണ്ട് ദാറ്റ് ലിമിറ്റ് ടു ഹെൽപ്പ് എ കൊളീഗ്. സോ ദാറ്റ് ഈസ് വെയർ you have the integrity. Once I had 2 women travelers from Germany. They came to Delhi first. Delhi അവർ വന്നപ്പോൾ I only received them because I was already in Delhi with some groups. So I received them and they are seeing me for the first time. They did a tour in Golden Triangle, Delhi, Agra, Jaipur, and Jaipur and they flew into Kochi. കൊച്ചിയിൽ വന്ന സമയത്ത് I was in Delhi only ആ സമയത്ത്. കൊച്ചി വന്ന് അവർ ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്ത സമയത്ത് one of the ladies, she developed a heavy stomach pain. She was crying loudly. ഒരു 35 വയസ്സുള്ള സ്ത്രീയാണ്. അപ്പോൾ എൻ്റെ ഹോട്ടലിൽ നിന്ന് എൻ്റെ ഹോട്ടലിലെ സ്റ്റാഫിനെ വിളിച്ച് പറഞ്ഞു, സർ വി ആർ നോട്ട് ഏബിൾ ടു കൺട്രോൾ ദിസ് ലേഡി, ഷീ ഈസ് സോ പനിക്കി, സോ വി ഹാവ് ടു ഡു സംതിങ്. ഐ സെഡ് നോ, യു ബ്രിങ് ഹർ ടു ദ നിയർ ബൈ ഹോസ്പിറ്റൽ. അപ്പോൾ തൊട്ടടുത്തൊരു ചെറിയൊരു ഫാമിലി ക്ലിനിക്കുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുവന്ന് അവരവിടെ അഡ്മിറ്റ് ചെയ്തു. പക്ഷേ ഇവരുടെ വേദനയൊന്നും കുറയുന്നില്ല. ഒരു രാത്രിയായപ്പോൾ ഇവർ ഭയങ്കര അഗ്രസീവായി. അപ്പോൾ എനിക്ക് കോൾ വന്നു. ഞാൻ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് എടുത്ത് ഞാൻ കൊച്ചി വന്ന് നേരെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഇവരെന്നോട് പറഞ്ഞു, ബിക്കോസ് ഷീ നോസ് മീ ഓൺലി. അവർ ഇന്ത്യയിലേക്ക് ആദ്യം വരുവാണ്. ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് അപ്രിഹെൻഷൻസ് ഉണ്ട്, ഇന്ത്യയുടെ സേഫ്റ്റിയെക്കുറിച്ച് അവർക്ക് പേടിയുണ്ട്. സോ ഷീ വാസ് നോട്ട് ഈവൻ വില്ലിംഗ് ടു ടോക്ക് ടു മൈ സ്റ്റാഫ് ഓൾസോ. അപ്പം എന്നോട് പറഞ്ഞു, ജോർജ്, ഐ ആം ഷുവർ ആൻഡ് ഐ എം ഗോയിങ് ടു ഡൈ ബിക്കോസ് ദിസ് കൈൻഡ് ഓഫ് പെയിൻ ഐ ഹാവ് നെവർ ഇൻ മൈ ലൈഫ്. So you please call my husband and ask him to come with an air ambulance with a doctor from Germany so I can die in Germany. സോ അവരെ നിങ്ങളത് മനസ്സിലാക്കണം, യൂറോപ്പിലൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് പാക്കേജ്. സോ
ഒരു ഹൈ വാല്യൂ ഇൻഷുറൻസ് ആണെങ്കിൽ യു ഹാവ് ഗോട്ട് എ പ്രിവിലേജ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് ആൻ എയർ ആംബുലൻസ് വിത്ത് എ ഡോക്ടർ ടു കം ടു ഇന്ത്യ ഓർ എനി കൺട്രി ടു പിക്ക് യു അപ്പ് ആൻഡ് ഗോയിങ് ബാക്ക്. നമുക്കിവിടെ ഒന്നും ആ ഫെസിലിറ്റി ഒന്നുമില്ല, നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു ഐ വിൽ ഡെഫിനറ്റ്ലി ഡൂ ദിസ്, കാരണം അവർ അത്രയ്ക്ക് പെയിനിലാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു anyway it will take minimum 24 hours for a flight to be arranged and come to Cochin and collect her back. So within that time let me do what I can do. So I just called a multi-specialty hospital and they immediately within no time they sent me an ambulance to this hospital. And this hospital the doctor was saying, oh you cannot shift her, she is in a very serious condition. I said that's why I am shifting her, because I am not confident with you. So I shifted her. When we reached the hospital, doctors were all ready. They went for some endoscopy and all, then within half an hour they diagnosed her disease as septic ulcer. നിങ്ങൾക്ക് അൾസറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ സെപ്റ്റിക് അൾസർ എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആണ്, ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവും. സോ ഡോക്ടർ സെഡ് nothing to worry about this, even now she is okay, but we have to give 7 days antibiotics, so she has to be in the hospital. So ഇത് സംഭവിക്കുമ്പോൾ സെക്കൻഡ് ഡേയിൽ ഹെർ ട്രാവൽ കൊളീഗ്, ഞാൻ പറഞ്ഞ 2 ലേഡീസാണ് വന്നതെന്ന് പറഞ്ഞു. സെക്കൻഡ് ഡേയിൽ അവരുടെ കൂടത്തിൽ വന്ന ലേഡി ഷീ കണ്ടിന്യൂഡ് ഹെർ ട്രാവൽ, ഞങ്ങളുടെ ഡ്രൈവറേയും കൂട്ടി, ബിക്കോസ് ദാറ്റ്സ് എ സിസ്റ്റം ഇൻ യൂറോപ്പ്. വെൻ യു ആർ ഇൻ ഹോസ്പിറ്റൽ, ഇഫ് യു ആർ എ പേഴ്സൺ അബവ് 12 years of age, you are not allowed to have a bystander in your room, so you have to stay alone. അപ്പം ആ ലേഡി ഓർത്തു വൈ ഷുഡ് ഐ സ്റ്റേ ഹിയർ, വൈ ഷുഡ് ഐ സ്പോയിൽ മൈ ഹോളിഡേ. അത് ഡെഫിനറ്റ്ലി അത് അങ്ങനെ ഒരു കൾച്ചറാണ്, യൂറോപ്യൻ കൾച്ചർ. സോ ഷീ വെൻ്റ് ഓൺ ട്രാവൽ. ഞാൻ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് എൻ്റെ കൊളീഗ്സും പാർട്ട്നേഴ്സും ഒക്കെ മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലിൽ. സോ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യണം. സോ ഞാൻ ഇവരോട് പറഞ്ഞു, ഷീ സെഡ്, അവർ കരച്ചിലെല്ലാം നിർത്തി. അവർ പറഞ്ഞു, ജോർജ്, as you diagnose my disease, I have no problem, I don't want to go to Germany, you call my husband and cancel all the arrangements, I will stay here and get sorted out. സോ അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, യു ഡിസൈഡ് ഹൂ ഈസ് ഗോയിങ് ടു ബി ദ ബൈസ്റ്റാൻഡർ. ഒരാൾ ബൈസ്റ്റാൻഡർ വേണം നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിൽക്കണമെങ്കിൽ, അറിയാലോ. സോ ഇവർ റൂമിലൊക്കെ പോയി സെറ്റിലായ സമയത്ത് ഞാൻ ഇവരോട് പറഞ്ഞു, സി മാനുവല, വി നീഡ് ടു ഹാവ് എ ബൈസ്റ്റാൻഡർ, സോ വി ആർ ഗോയിങ് ടു അറേഞ്ച് എ നേഴ്സ് ഫോർ യു, he or she will stay with you for the next 7 days. സോ അവർ ഇത്രയും പെയിനായിട്ട് സ്ത്രീ അവർ കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഐ വിൽ നോട്ട് അലൗ എ സിംഗിൾ സ്ട്രേഞ്ചർ ഇൻ മൈ റൂം. അവരെ സംബന്ധിച്ച് അവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിപ്പിക്കുന്ന ഓർമ്മകളുള്ളൊരു രാജ്യമാണ്, ഇന്ത്യയെക്കുറിച്ച് അവർക്ക് അറിയില്ല. അവർ പറഞ്ഞു, ഒരു സ്ട്രേഞ്ചറെ എൻ്റെ റൂമിൽ ഞാൻ കയറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിത്തൗട്ട് എ ബൈസ്റ്റാൻഡർ യു കനോട്ട് സ്റ്റേ ഹിയർ. അവർ പറഞ്ഞു, ജോർജ്, യു ഡോണ്ട് സ്പീക്ക് എനിത്തിങ് ലൈക്ക് ദിസ്, ഐ വിൽ നോട്ട് അലൗ എനിബഡി ഇൻ മൈ റൂം. അപ്പോൾ നമുക്കൊരു ഒരു ഡിലമയായി, ഒരു ക്രൈസിസായി. അപ്പം ഡോക്ടർ സമ്മതിക്കത്തില്ല ബൈസ്റ്റാൻഡറിൽ. സോ വാട്ട് ഐ ഹാവ് ടു ഡു, ഐ ഷിഫ്റ്റഡ് മൈ ഓഫീസ് ടു ദ ഹോസ്പിറ്റൽ റൂം ആൻഡ് ഐ സ്റ്റേഡ് ദെയർ ഫോർ 7 days. So ഇത് it's a question of your integrity, because I am not supposed to do this, because I have not charged anything for this kind of services, and this is not my job to stay as a bystander in a hospital for a client. So but നമുക്ക് അതിനകത്ത് അഡീഷണൽ ബെനിഫിറ്റ് ഒന്നും കിട്ടത്തില്ല. But when you have got that kind of a passion to your job, you may have to do these kind of things. ഞാനിപ്പോൾ നിങ്ങളോട് പറയുമ്പം you may not get the similar experiences in your career or in your life, പക്ഷേ you may be getting different kind of things in your life. So this is happening. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ 7 days കഴിഞ്ഞു. അവരെ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ they stayed for 2-3 days. Then when her friend came back after the tour, they went back. ഞാൻ ഇവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഇവരുടെ പേരൻസ് വിളിക്കുന്നുണ്ട് ഇവരെ. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഹൂ ഈസ് എ ജെൻറ്റിൽമാൻ സ്റ്റേയിങ് വിത്ത് യു, വി വാണ്ട് ടു മീറ്റ് ഹിം. സോ ഞാൻ നെക്സ്റ്റ് ടൈമിൽ ജർമ്മനി ചെന്നപ്പോൾ ഐ വെൻറ്റ് ടു ദെയർ ഹോം ആൻഡ് ഐ മെറ്റ് ഹെർ പേരൻസ് ആൻഡ് ദേ വർ സോ ഷോക്ക്ഡ്. ദേ സെഡ്, വി ഹാവ് നെവർ തോട്ട് അബൌട്ട് ഇന്ത്യ ലൈക്ക് ദിസ്, ദാറ്റ് ദ പീപ്പിൾ ആർ സോ നൈസ്. സോ നമ്മളെ ചെയ്ത് ചെറിയൊരു ജസ്റ്റർ കൊണ്ട് പറ്റുന്നത് ഉണ്ടായ ഗുണമെന്ന് വെച്ചാൽ ദേ ഹാവ് ഗോട്ട് എ ടോട്ടലി ഡിഫറെൻറ്റ് ഒപ്പീനിയൻ അബൌട്ട് ഇന്ത്യ, എ പോസിറ്റീവ് ഒപ്പീനിയൻ അബൌട്ട് ഇന്ത്യ. So these are the kind of things, അപ്പോൾ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ when we own a company, the people, the customers, they should feel good about us. ഇല്ലെങ്കിൽ why should they come back to us? So ഇപ്പോൾ എല്ലാ വർഷവും മിനിമം she sends 2 to 3 clients to our company, അവരുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട്. So definitely I have made a fortune out of that. So this is a thing, we don't know what is in the store, sometimes it happens. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്. എനിക്ക് കൊച്ചിയിലെ കലൂരിൽ ഒരു മുബാറക്ക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇറ്റ്സ് എ വെരി സ്മോൾ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് എൻ്റെ ഓഫീസുള്ള സമയത്ത് അവരുടെ
ചില്ലി ചിക്കൻ ഫ്രൈ ഒക്കെ ഭയങ്കര പോപ്പുലറാണ്. ഇറ്റ്സ് വെരി ടേസ്റ്റി ഓൾസോ. പിന്നെ നല്ല ഹൈജീനിക്കാണ്. 3 ബ്രദേഴ്സാണ് റൺ ചെയ്യുന്നത്. സോ ഞാൻ ഓഫീസിൽ നിന്ന് പോകുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചിലപ്പം പാഴ്സൽ മേടിച്ച് കൊണ്ടുപോകും. സോ ബട്ട് വി ഷിഫ്റ്റഡ് അവർ ഓഫീസ് ഫ്യൂ ഇയേഴ്സ് ലേറ്റർ. പിന്നെ ആ വഴിക്ക് ഞങ്ങൾക്ക് വരേണ്ട ആവശ്യമില്ല. സോ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞൊരു 1 വർഷമൊക്കെ കഴിഞ്ഞ് എപ്പോഴും അതിൽ പാസ് ചെയ്തപ്പോൾ ഞാൻ അഗെയിൻ ഐ വെൻറ്റ് ദെയർ. യു ജസ്റ്റ് ഇമാജിൻ, ആ ഓണർ, ദ സെയിം ഓണർ ഈസ് ദെയർ. സോ ഹി വാസ് ആസ്കിങ് വേർ ആർ യു ഫോർ ദി ലാസ്റ്റ് 1 ഇയർ. സാറിനെ കഴിഞ്ഞൊരു വർഷം ഞങ്ങൾ കണ്ടില്ലോ എന്ന് പറഞ്ഞു. സോ യു ജസ്റ്റ് ഇമാജിൻ, അതൊരു കസ്റ്റമർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഐഡൻറ്റിറ്റിയാണ്. അത് ആ ഓണറുടെ പാഷനാണ്. ആൻഡ് ബിക്കോസ് ഹീ റിമെമ്പർ, എനിക്കറിയാം അവിടെ ഒരു ദിവസം ഒരു മിനിമം 1000 കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന റെസ്റ്റോറൻറ്റാണ്. ദേ ആർ സോ ഫേമസ് ഫോർ ദ ഫുഡ്. സോ സ്റ്റിൽ ഹീ റെക്കഗ്നൈസ്ഡ് മീ. സോ ഇതാണ് നമുക്ക് പലപ്പോഴും, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി ഫെൽറ്റ് ബൈ അവർ കസ്റ്റമേഴ്സ് ഓർ ബൈ യുവർ പാർട്ട്നേഴ്സ് ഓർ കൊളീഗ്സ് ആൻഡ് ഓൾ. ഇപ്പം ഞങ്ങളുടെ ഓഫീസ് ഞങ്ങൾ റൺ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും വിസിറ്റേഴ്സൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങൾക്കൊരു ഫോമൽ ഡ്രസ്സിങ് ഒന്നുമില്ല. ഞാൻ നിങ്ങളെ ഫേസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇത്ര ഫോമലായിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് ഓഫീസിൽ പോകും. ഇപ്പം ഞാൻ ഇന്ന് ഡ്രസ്സ് ചെയ്യുന്നപ്പോൾ എൻ്റെ അക്കൗണ്ടൻറ്റ് ചോദിച്ചു, സാർ എന്താ ഇന്ന് പരിപാടി ഉണ്ടല്ലോ, നല്ല ഡ്രസ്സിലാണല്ലോ എന്ന് പറഞ്ഞു. സോ ഞങ്ങളുടെ ഓഫീസിലൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ, ഞങ്ങൾക്കൊരു മാനേജ്മെൻറ്റ്, ഞങ്ങൾ 6 ഡയറക്ടേഴ്സ് ഉണ്ട്. 2 ഫാമിലി എന്നുള്ള 6 ഡയറക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ഞങ്ങളെ ഒന്ന് കണ്ടാൽ തിരിച്ചറിയാൻ ഒരു മാർഗ്ഗമില്ല. കാരണം നമ്മൾ സ്റ്റാഫിൻ്റെ കൂട്ടത്തിൽ അവരുടെ തോളൊക്കെയായിട്ട് അവരോട് തിന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെ പോകുന്നൊരു സെറ്റപ്പാണ്. അപ്പം അത് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ബിക്കോസ് ഫോർ ആസ് ദേ ആർ ഓൾസോ ഈക്വൽ ടു ആസ്. നമുക്ക് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു ഗ്രോത്ത് ഇല്ല. അപ്പോൾ അത് നമ്മൾ ഏത് ഓൺടർപ്രണർഷിപ്പിൽ പോയാലും ഏത് ഓർഗനൈസേഷനിൽ പോയാലും, ഇഫ് യു ആർ വർക്കിംഗ് ഫോർ സംബഡി ഓൾസോ, ടീം സ്പിരിറ്റ് എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഇതാണ്. ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര. സോ യു ഹാവ് ടു ഫോക്കസ് ഓൺ ദാറ്റ്. ഇനി നമ്മൾ എൻ്റെ ടോപ്പിക്കിലേക്ക് ഞാൻ പറഞ്ഞു, സസ്റ്റൈനബിൾ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ, എനിക്കറിയാം സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലൊരു ന്യൂ സബ്ജക്റ്റാണ്. നിങ്ങൾ പലരും അതിൻ്റെ ഒരു ഡെപ്തിലേക്കൊന്നും പോയിട്ടുണ്ടല്ലോ. പക്ഷേ യു നോ ദാറ്റ് സംതിങ് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ദ വേൾഡ്, മേ ബി കണക്റ്റഡ് ടു ദ ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? സോ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചിലർക്ക് ഒരു അഭിപ്രായമുണ്ട്, ഇതൊക്കെ തട്ടിപ്പാണ്, ഇതൊന്നും സംഭവിക്കുന്നതല്ല. പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് എ പ്രോപ്പർ സയൻസ്. 100% സയൻസാണ്. ആൻഡ് ഇറ്റ് ഈസ് ഹാപ്പനിങ്. നമ്മൾ എന്തുകൊണ്ടാണ് വി ജസ്റ്റ് സിറ്റിംഗ് ഹിയർ ഇൻ ദ മന്ത് ഓഫ് ഓഗസ്റ്റ്, ഇപ്പം മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഇന്നലെ വരെ മഴ ഉണ്ടായിരുന്നില്ല അല്ലേ? സോ നമുക്ക് ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ മഴയില്ലാത്ത കേരളത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ട്? ഒരിക്കലും പറ്റിയിട്ടില്ല. നമുക്ക് എന്നും മഴയുണ്ടായിരുന്നു. സോ തിങ്സ് ആർ ഹാപ്പനിങ്. ഇന്നലെ എൻ്റെ മോൻ ജർമ്മനിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ ജർമ്മനിയിൽ ലൈറ്റ്നിങ് ഹെവി റെയിൻസും വന്നിട്ട് എയർപോർട്ട് ഹാവ് ടു ബി ക്ലോസ്, അറൗണ്ട് 70 ഫ്ലൈറ്റ്സ് അവർ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അത് ഇപ്പോൾ അവിടെ ഹൈ സമ്മറാണ്, അവിടെ നല്ല ചൂടുണ്ടാവേണ്ട സമയമാണ്. സോ അവിടെ ഇന്നലെ പെയ്ത മഴ കൊണ്ട് എയർപോർട്ടിൽ വെള്ളം കയറിയെന്ന് പറഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് ഇമാജിൻ. ഇപ്പം ഇറ്റ്സ് ഹാപ്പനിങ് ഇൻ ഹിമാചൽ പ്രദേശിനാവും. എത്ര പേരാണ് മരിച്ചത് ഇപ്പം മഴ വെള്ളപ്പൊക്കം കൊണ്ട്? ഡൽഹിയിൽ വെള്ളപ്പൊക്കം ഉണ്ട്, യമുന റിവർ ഓവർഫ്ലോ ചെയ്തു. So climate change is a science, so it is happening. So why we want to have sustainable entrepreneurship means the future is for sustainability. നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഈ ഒരു ടോപ്പിക്കൊന്നും പലപ്പോഴും വരാറില്ല. നമ്മൾ ഡെഫിനറ്റ്ലി അവർ ഗവൺമെൻറ് ഹാസ് ഗോട്ട് എ ഡിസിഷൻ ദാറ്റ് വി ഷുഡ് ബി എ പാർട്ട് ഓഫ് സസ്റ്റൈനബിൾ മൂവ്മെൻറ്റ് അക്രോസ് ദി ഗ്ലോബ്. പക്ഷേ നമ്മൾ താഴേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇവിടെ നടക്കുന്ന ഒന്നും സസ്റ്റൈനബിൾ അല്ല പലതും. അപ്പോൾ അത് ഫ്യൂച്ചർ എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റിയാണ്. So that's why when we went for the certification of our company, many people are asking, അതൊരു വളരെ ടീഡിയസ് ആയിട്ടുള്ള ടാസ്ക്കാണ് ഈ സർട്ടിഫിക്കേഷൻ. അറൗണ്ട് 260 പോയിൻറ്റുകൾ, ക്രൈറ്റീരിയകൾ നമ്മൾ ഫുൾഫിൽ ചെയ്ത് അവരെ കൺവിൻസ് ചെയ്യണം. നമ്മൾ ഇവിടുത്തെ പോലെ ഓൺലൈൻ സർട്ടിഫിക്കേഷനൊന്നുമല്ല. ഞങ്ങൾക്ക് ഓഡിറ്റിന് വന്നത് ഫ്രാൻസിലുള്ള ഒരു ഓഡിറ്ററാണ്. അവിടെ നിന്ന് അവരാൾ വന്ന് ഓഡിറ്റ് ചെയ്ത് കൺവിൻസ്ഡ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എടുത്തുള്ളൂ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അവർ ഓഡിറ്റിന് വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാം, നിങ്ങൾ പുതിയ ആളല്ലേ ഇവിടെ വരുന്നത്, എന്നിട്ട് ഞങ്ങൾ ഹോട്ടലിൽ അയക്കാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഇറ്റ്സ് നോട്ട് പോസിബിൾ, വി ആർ നോട്ട് അലൗഡ് ടു ഡു ദാറ്റ്. ആ പർട്ടിക്കുലർ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് എൻ്റെ കമ്പനി ആണെങ്കിൽ എൻ്റെ കമ്പനിയുടെ ഒരു സർവീസും സർട്ടിഫിക്കേഷൻ കഴിയുന്നവരെ അവർ എടുക്കാൻ പോലും പാടില്ല. സോ അവർ തന്നെ വണ്ടി എടുത്ത് വന്ന് തന്നെ ഹോട്ടലിൽ വന്ന് താമസിച്ച് സർട്ടിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ എന്തെങ്കിലും ഒരു ജസ്റ്റേഴ്സ് അവർ അക്സെപ്റ്റ് ചെയ്തത്. സോ അതൊക്കെ സീരിയസ് സർട്ടിഫിക്കേഷൻ. ഞങ്ങൾ അതിലേക്ക് പോകാനുള്ള ഒരു കാര്യം വെച്ചാൽ, ആസ് ഐ വാസ് ഇൻ ജർമ്മനി ഫോർ സോ മെനി ഇയേഴ്സ്, ഐ കുഡ് സീ ദാറ്റ് ട്രെൻഡ് ഗോയിങ് അക്രോസ് ദി ഗ്ലോബ്. എല്ലായിടത്തും സസ്റ്റൈനബിലിറ്റിയാണ് പറയുന്നത്. സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ച് ഒറ്റ വാക്കിൽ എന്തെങ്കിലും പറയാൻ ആർക്കെങ്കിലും അറിയാമോ? എന്താണ് സസ്റ്റൈനബിലിറ്റി? അത് അറിയാതിരിക്കുന്നൊരു കുറവൊന്നുമല്ല, അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഒരു ഐഡിയ? നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടില്ലേ?
കേട്ടിട്ടുണ്ട് അല്ലേ? സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈഡായിട്ടുള്ള സംഭവമാണ്. നമ്മൾ പലപ്പോഴും ഓർക്കും സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ എൻവയറൺമെൻറ്റ് പ്രൊട്ടക്ഷൻ, അങ്ങനെയൊക്കെയാണ് പലരും ചിന്തിക്കണേ. അതതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അതിനകത്ത് സോഷ്യൽ, ദാറ്റ് ഈസ് പീപ്പിൾ, നമ്മുടെ ജനങ്ങൾ വരും, എക്കണോമിക് ഡിസ്ട്രിബ്യൂഷൻ വരും, അങ്ങനെ ഒരുപാട് മേഖലകൾ. നമ്മളിപ്പോൾ എല്ലാ ബിസിനസ്സുകളും നമ്മളോർക്കും പ്രകൃതിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു കട നടത്തുന്ന ആൾക്ക് എന്താ സസ്റ്റൈനബിലിറ്റിയാണ് അല്ലേ? കടയിൽ സാധനം കൊണ്ടുവന്ന് വിൽക്കുന്നു, കാശും മേടിക്കുന്നു, തീരുന്നു. അത് അവിടെ സസ്റ്റൈനബിലിറ്റി ഇല്ല എന്ന് പറയും. പക്ഷേ ആ കട എങ്ങനെ സസ്റ്റൈനബിളി റൺ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ കണ്ടുപിടുത്തങ്ങൾ. എങ്ങനെ നിങ്ങൾക്ക് പവർ, ഇലക്ട്രിസിറ്റി കുറച്ച് സേവ് ചെയ്യാം. ഇപ്പം യു ആർ വെൽക്കം ടു മൈ ഓഫീസ്. എപ്പോഴെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ എറണാകുളത്ത് വരികയാണെങ്കിൽ യു ആർ വെൽക്കം ടു മൈ ഓഫീസ്. ഐ ക്യാൻ ഷോ യു ഹൗ വി ഹാവ് ബിൽറ്റ് അവർ ഓഫീസ്. ഞങ്ങൾ സസ്റ്റൈനബിലിറ്റിക്ക് വരുന്നതിന് മുമ്പ് പണിത 2 നില നിങ്ങൾക്ക് കാണാം, സസ്റ്റൈനബിലിറ്റി വന്നതിന് ശേഷം പണിത 3ാമത്തെ നില കാണാം. ദെൻ യു വിൽ ഫീൽ ദ ഡിഫറൻസ്. ഞങ്ങളുടെ ആദ്യത്തെ 2 നിലകളിലും പകൽ പോലും ലൈറ്റ് ഇടാതെ അതിൻ്റെ അകത്തിരുന്ന ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഫാനോ എ സിയോ ഒക്കെ ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങളുടെ 2nd ഫ്ലോർ, ഏറ്റവും ലേറ്റസ്റ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ യു ഡോണ്ട് നീഡ് എ ലൈറ്റ്. ഒരു ലൈറ്റ് പോലും ഇതിന് 2000 സ്ക്വയർ ഫീറ്റുള്ള ഏരിയയാണ്. 7 മണി ആകുന്നവരെ ഒരു ലൈറ്റ് വിടണ്ട. പിന്നെ ഫാൻ ഇഫ് യു വാണ്ട് യു ക്യാൻ യൂസ്. ഫാൻ ഇല്ലെങ്കിൽ കാരണം ഹൈ റൂഫാണ്, ഫുള്ളി വെൻറ്റിലേറ്റഡ് ആണ്. സോ ദിസ് ഈസ് എ ഡിഫറൻസ്. അപ്പോൾ ഞങ്ങളുടെ മൊത്തം ബിൽഡിംഗ് അതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി ചാർജൊക്കെ ഹാഫ് ആയേനെ. അപ്പോൾ നൗ വി ആർ ഗോയിങ് ടു put the solar for the entire building. So അങ്ങനെയുള്ള, അതുപോലെ തന്നെ ഹൗ ടു റെഡ്യൂസ് ദ പേപ്പർ യൂസേജ്. നമ്മൾ പലപ്പോഴും പേപ്പറൊക്കെ നമ്മൾ വളരെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പേപ്പറിൻ്റെ യൂസേജ്, നമ്മൾ പേപ്പറിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കും ഒരു A4 സൈസ് പേപ്പർ വന്നാൽ എന്തോ സംഭവിക്കാനാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു A4 സൈസ് പേപ്പർ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ we need 10 liters of water and manufacturing processൽ. we need electricity, we need to cut the trees. നമുക്ക് പലപ്പോഴും അറിയാം. അപ്പോൾ നമ്മൾ we have to understand that now we have to reduce the use of paper. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സസ്റ്റൈനബിലിറ്റി. അപ്പോൾ ഞങ്ങൾ ഈ ഇടയ്ക്ക് എൻ്റെ അസോസിയേഷൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി കോടതിയിൽ വക്കീലിൻ്റെ അടുത്ത് പോയ സമയത്ത് വക്കീൽ ഓഫീസിൽ ഇങ്ങനെ കേസിൻ്റെ ഫയലുകൾ, എൻ്റെ ബ്രദർ അഡ്വക്കേറ്റാണ്, സോ ഐ ആം ഈഗർ ടു സീ സം ഫയൽസ്. അപ്പോൾ അങ്ങനെ ഒരു ഫയൽ കണ്ടപ്പം, പണ്ടൊക്കെ നമ്മൾ, നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയത്തില്ല, ടീച്ചേഴ്സിനൊക്കെ അറിയാൻ പറ്റും, നമ്മളെ കോടതിയിലൊക്കെ ഒരു പച്ച സൈസ് പേപ്പറാണ്, ഒരു ലൈറ്റ് ഗ്രീൻ കളറുള്ള പേപ്പർ, നീളം കൂടി A4 അല്ല, അതിനേക്കാൾ നീളം കൂടിയ ഒരു പേപ്പറാണ് കോടതിയിൽ വരുന്നത്. ഞാനിത് കണ്ടപ്പം കംപ്ലീറ്റ് A4 സൈസ് പേപ്പറാണ് ആൻഡ് ബോത്ത് സൈഡ്സ് ആർ പ്രിൻറ്റഡ്. നമ്മൾ സാധാരണ പണ്ട് ഒരു സൈഡേ പ്രിൻറ്റ് ചെയ്യുള്ളായിരുന്നു. ഞാൻ അഡ്വക്കേറ്റിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഓൾ ഓവർ ഇന്ത്യ ഇറ്റ്സ് എ റൂൾ നൗ. You cannot use any other papers than A4 size and you have to print both sides. അല്ലാതെ ഒരു കോടതിയിൽ അക്സെപ്റ്റ് ചെയ്ത് പോലുമില്ല. സോ യു ജസ്റ്റ് ഇമാജിൻ, ഇത്രയും വലിയൊരു രാജ്യത്ത്, ഇത്രയും കോടതിയുള്ള സ്ഥലത്ത് ഒരു കേസ് ഫയൽസ് എല്ലാം ഡബിൾ സൈഡ് പ്രിൻറ്റിലേക്ക് മാറുമ്പോൾ എത്ര കോടിക്കണക്കിന് ഷീറ്റ് ഓഫ് പേപ്പേഴ്സാണ് നമ്മൾ സേവ് ചെയ്യുന്നതെന്ന് ഓർക്കണം. സോ ദർ ഇസ് എ മൂവ്മെൻറ്റ് ഹാപ്പനിങ്. നമ്മളിത് അറിയുന്നില്ല എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ വരും. പിന്നെ ഡെഫിനറ്റ്ലി ഹൗ ലെസ് വി ക്യാൻ ഡിസ്റ്റർബ് അതേഴ്സ്. നമ്മൾ പലപ്പോഴും നമ്മൾ നെയ്ബർഹുഡിലൊക്കെ, വില്ലേജസിലൊക്കെ ആണെങ്കിൽ എനിക്ക്, ബിക്കോസ് ഐ ആം ഫ്രം വില്ലേജ്, ഐ നോ ദാറ്റ് വില്ലേജസിലൊക്കെ നെയ്ബർഹുഡ് ഈസ് വെരി എൻ്റർപ്രൈസിങ്. നമ്മൾ ഭയങ്കര രസമാണ് അവിടുത്തെ ജീവിതം. നമ്മൾ ഒരു കാരണവശാലും അതിലൊക്കത്തുള്ള ഒരാൾക്കൊരു ബുദ്ധിമുട്ട് നമ്മൾ ഉണ്ടാക്കത്തില്ല. പക്ഷേ സിറ്റിയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. സിറ്റിയിലൊക്കെ വെച്ചാൽ ഭയങ്കര സെൽഫിഷാണ് ആൾക്കാർ. നമ്മുടെ വേസ്റ്റ് അടുത്ത പറമ്പിലിടാൻ നമുക്ക് യാതൊരു മടിയില്ല, കാരണം നമ്മുടെ പറമ്പിൽ വീണാലേ നമുക്ക് പ്രശ്നമുള്ളൂ. സോ ദിസ് ഈസ് എ വേ വി ബിഹേവ്. അപ്പം ഹൗ ലെസ് വി ക്യാൻ ഡിസ്റ്റർബ് അതേഴ്സ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സസ്റ്റൈനബിലിറ്റിയിലുണ്ട്. അപ്പോൾ ബിസിനസ്സിലേക്കൊക്കെ വരുമ്പോൾ ഇനിയുള്ള മോഡൽസ് എല്ലാം അങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും ഈ എനിക്ക് ഈ ബിസിനസ് കൺസൾട്ടന്റുമാരുമായിട്ട് ഒരുപാട് ഇൻട്രാക്ഷൻ ഉള്ള ആളായതുകൊണ്ട് എനിക്കറിയാൻ പറ്റും അവരെന്താ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട്, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു ഹോട്ടൽ പണിയാണ്, അപ്പോൾ ഒരു ആർക്കിടെക്റ്റിനെ നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യും. അവരെന്താ ചെയ്യുന്നത്, അവർ നല്ലൊരു ഡിസൈൻ ഉണ്ടാക്കും, എന്നിട്ട് നിങ്ങളെ അഡ്വൈസ് ചെയ്ത് നിങ്ങൾ പൈസ എല്ലാം മുടക്കും, ഇതെല്ലാം ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റി ഇമ്പാക്റ്റ് ഇതിൻ്റെ അകത്ത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഹോട്ടലുകൾ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ മൂന്നാറിലൊരു സ്റ്റുഡൻറ്റ് ഗ്രൂപ്പിനെ കൊണ്ട് പോയ സമയത്ത് ഞങ്ങളൊരു 10-60 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം ഒരു ഹോട്ടലിൽ താമസിച്ച് രാത്രി ഞങ്ങൾ ചുമ്മാ പുറത്തേക്ക് നടക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ വലിയ ഹോട്ടലാണ്, 90 റൂമുള്ള ഹോട്ടലാണ്. അതിൻ്റെ കംപ്ലീറ്റ് ബാൽക്കണിയിൽ ലൈറ്റുകൾ ഓണാണ്. കംപ്ലീറ്റ് ബാൽക്കണിയുടെ എല്ലാ റൂമിനും ബാൽക്കണി ഉണ്ട്, അത്രയും ലൈറ്റുകൾ ഓണാണ്. രാത്രി ഞാൻ പറഞ്ഞത് 10 മണിക്ക് ശേഷം. അത് മൂന്നാറാണ്. അപ്പം ഞാനോർത്ത് ഇത് എന്തൊരു വേസ്റ്റ് ഓഫ് എനർജിയാണ്, കാരണം വി ഡോണ്ട് നീഡ് ദിസ്. അപ്പോൾ ഞാൻ തിരിച്ച് വന്ന റൂമിൽ വന്നപ്പോൾ എൻ്റെ റൂമിലെ ബാൽക്കണി ലൈറ്റൊന്ന് ഓഫ് ചെയ്യാൻ നോക്കിയിട്ട് അതിൻ്റെ സ്വിച്ച് റൂമിലില്ല, അങ്ങനെ ഒരു സംഭവമില്ല. ഞാൻ പിറ്റേ ദിവസം രാവിലെ റിസപ്ഷൻ എന്ന് ചോദിച്ചു, ഈ ബാൽക്കണിയുടെ ലൈറ്റിൻ്റെ സ്വിച്ച് എവിടെയാണ്? അത് സാറേ, അത് സിംഗിൾ സ്വിച്ച്, അത് ഞങ്ങളുടെ ആളാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി ഒരു 12 മണി വരെയെങ്കിലും അവരെ ലൈറ്റുകൾ ഫുൾ ഇട്ടിട്ടുണ്ട്.
അപ്പം ശരിക്കും ആർക്കിടെക്റ്റിൻ്റെ ഒരു മണ്ടത്തരമാണ്. മണ്ടത്തരം എന്ന് പറഞ്ഞാൽ പുള്ളിയെ സംബന്ധിച്ച് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ എലിവേഷൻ ആണ് പുള്ളി നോക്കുന്നത്. സോ ലൈറ്റ് ഇത്രയും കത്തുന്ന പവർ പോകുന്നവർക്ക് വിഷയമല്ല. അതുപോലെ തന്നെ നമ്മൾ ഹൗ വി റിയലി എന്താ പറയുക ട്രെയിൻ അവർ മെമ്പേഴ്സ്. ഞങ്ങൾ മൂന്നാറിലൊരു ഹോട്ടൽ ഇൻസ്പെക്ഷന് വേണ്ടി ചില സമയത്ത് ഞങ്ങൾ ഹോട്ടൽ ഇൻസ്പെക്ഷന് വിളിക്കും. ഇൻസ്പെക്ഷന് പോയ സമയത്ത് ഞാൻ ഒരു ഭയങ്കര ലക്ഷറി റിസോർട്ടാണ്. ഐ പേഴ്സണലി ഡോണ്ട് പ്രൊമോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് പ്രോപ്പർട്ടീസ്. പക്ഷേ അവിടെ ചെന്ന് രാത്രിയെല്ലാം ഭയങ്കര ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങൾ രാവിലെ 7 മണിക്ക് പുറത്ത് വരുമ്പോഴും ഈ ലൈറ്റുകളെല്ലാം ഓണാണ്, പുറത്തെ ലൈറ്റുകളെല്ലാം ഓണാണ്. സോ ഞാൻ അവിടെ കണ്ട ഒരു പയ്യനോട് പറഞ്ഞു, മോനെ ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാൻ പറഞ്ഞു. ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, സാറേ അത് എൻ്റെ ഡ്യൂട്ടിയല്ല, ലൈറ്റ് ഓഫ് ചെയ്യാൻ വേറെ ആളുണ്ടെന്ന് പറഞ്ഞു. So this is the way, we train our crew also. So finally, the entrepreneur who has invested money into this, he is losing his money. Nobody knows. അപ്പോൾ നമുക്കതാണ് ഈ ഓണ്ടർപ്രണർഷിപ്പിൽ എത്രമാത്രം സീരിയസ് ആകാൻ പറ്റിയെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും ഓണ്ടർപ്രണർ എന്ന് പറയുന്ന ആൾ, ഇഫ് ഹി ഈസ് ഡീപ്ലി ഇൻവോൾവ് ഇൻ ദിസ്, ഹി വിൽ ഫൈൻഡ് ഇറ്റ് ഔട്ട്. Unless and otherwise when it is happening, then he is a loser all the time. So this is happening in sustainable entrepreneurship. You are becoming more serious, more responsible. എന്തുകൊണ്ടാണ് നമുക്ക് സസ്റ്റൈനബിൾ ഓണ്ടർപ്രണർഷിപ്പ് വേണമെന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ, വൺ ഈസ് ദ റെസ്പോൺസിബിൾ എക്കണോമിക് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ജസ്റ്റ് എനിക്കൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുത്ത് എനിക്ക് കിട്ടിയതാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഇന്ത്യയിൽ വി ഹാവ് ഗോട്ട് അറൗണ്ട് 26 ടോപ്പ് ബില്യണേഴ്സ് ഇൻ ദ വേൾഡ്. And they own almost 75% of Indian economy. ഇന്ത്യയിലുള്ള സ്വത്തിൻ്റെ 75% 26 പേരുടെ കയ്യിലാണ്. നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾ ഒരുപാട് കാശുകാരെ നമ്മുടെ ചുറ്റുമൊക്കെ കാണുന്നുണ്ടാകും. പക്ഷേ യു ജസ്റ്റ് ഇമാജിൻ. ആൻഡ് വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് അവർ GDP is going high and high, or we are growing to a trillion, 5 trillion economy, how it is being distributed to the common man. That's the difference. So when you are doing a sustainable business, definitely you are supposed to employ the local community, local people. You are supposed to support the local vendors. And so the money, whatever money you are earning, it will be distributed, in the local community. ഈ ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ പൈസ വരുന്നതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, യു ആർ സപ്പോർട്ടിങ് ദ സർക്കുലർ എക്കണോമി. ഇന്നത്തെ എക്കണോമിക്സ് പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സർക്കുലർ എക്കണോമിയുടെ അഡ്വാൻറ്റേജ്, ദ മണി is rotated in the same village. ഇപ്പോൾ ഒരു ചെറിയ വില്ലേജിലൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടുത്തെ ജോലിക്കാർ അവിടുത്തെ ലോക്കൽ ആൾക്കാരായിരിക്കും. അവർ മേടിക്കുന്ന ശമ്പളം കൊണ്ട് അവർ പലർക്കും മേടിക്കാൻ പോകുന്ന ലോക്കലൊരു കടയിലാണ്. സോ ദറ്റ് മണി ഈസ് ബീങ് റൊട്ടേറ്റഡ്. ഇങ്ങനെയാണ് നമ്മൾ വെസ്റ്റേൺ കൺട്രീസ് എല്ലാം നോക്കിയാൽ ശരിക്കും അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. നമുക്കിവിടെ നമ്മുടെ ഒരു ഈവൻ ഒരു ടാക്സേഷൻ നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഇന്ത്യയിൽ എത്ര പേര് ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ടെന്ന്. ഐ തിങ്ക് പോപ്പുലേഷൻ്റെ 3% കണ്ടാന്ന് തോന്നുന്നുണ്ട്. ഇറ്റ്സ് വെരി മിനിമം പെർസെൻറ്റേജ്. എത്രയോ 4-5 കോടി പേരെ കൊടുക്കുന്നുള്ളൂ ഇത്ര 140 കോടി പേരിൽ. അപ്പോൾ നമ്മളത് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ വലിയ ഡിസ്കഷൻ പലപ്പോഴും നടക്കാറുണ്ട്. കൃഷിക്കാർ ഇൻകം ടാക്സ് കൊടുക്കുന്നില്ല, അങ്ങനെ എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രോപ്പർ ഒരു എക്കണോമിക് ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ രാജ്യത്ത് നടക്കുന്നില്ല. അപ്പോൾ അതിന് സസ്റ്റൈനബിൾ ബിസിനസ്സുകൾ വന്നാലാണ് നമുക്ക് വി ട്രൈ ടു ബി മോർ സീരിയസ് എബൌട്ട് അവർ ലോക്കൽ കമ്മ്യൂണിറ്റി, അവർ ലോക്കൽ പീപ്പിൾ. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കോവിഡിന് why we did not send our 60 employees out of the company, we could never think, നമ്മുടെ വീട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണത്, അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ദ വേ. അതൊരു സസ്റ്റൈനബിൾ ബിസിനസ് ആയതുകൊണ്ട് മേ ബി ഒരു 5 വർഷം മുമ്പാണ് കോവിഡ് വന്നെങ്കിൽ ഞാൻ എല്ലാവരും പറഞ്ഞുകൊണ്ട് ഞാൻ ഓഫീസ് പൂട്ടിയാണ് 2 വർഷത്തേക്ക്. കാരണം അന്ന് എനിക്ക് സസ്റ്റൈനബിലിറ്റി എഡ്യൂക്കേഷൻ പോലും ഇല്ല. ബേസിക്കലി ഞങ്ങളുടെ കമ്പനി സസ്റ്റൈനബിൾ ആയിരുന്നില്ല. സോ നമ്മളിപ്പോൾ പലപ്പോഴും ഇങ്ങനെ ഡിസ്കഷനിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കാറുണ്ട്, സർ വാട്ട് ഈസ് ദ മീനിങ്, നമ്മളൊരാൾ സസ്റ്റൈനബിളായിട്ട് എന്താ കാര്യം? അപ്പോൾ ഞാൻ അവരോടെല്ലാം ചോദിക്കുന്നതാണ്, സസ്റ്റൈനബിലിറ്റി ഷുഡ് കം ഫ്രം ഇൻഡിവിജ്വൽസ്. നമ്മൾ പോളിസീസ് ഗവൺമെൻറ് ഉണ്ടാക്കാം, ഹു ഹാസ് ടു ഇംപ്ലിമെൻറ്റ്. അവർക്ക് നിയമം പറയാം, പക്ഷേ ഇതൊന്നും മാൻഡേറ്ററി ആയിട്ട് പറയാൻ പറ്റത്തില്ല. നീ 8 മണിക്ക് ശേഷം ലൈറ്റ് ഓൺ ആക്കരുതെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എന്താ പറയുക ഇത്ര ലൈറ്റ് വീട്ടിലിടാം, നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താ പറയുക, ഒരു ഹ്യൂമൻ ഫ്രീഡത്തിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ വെൻ യു നോ ദാറ്റ് ലൈറ്റിംഗ് എ ലൈറ്റ് വിത്തൗട്ട് എ പ്രോപ്പർ നീഡ് ഈസ് എ റോങ് തിങ്, അത് പഠിച്ചു കഴിയുമ്പോൾ നമ്മളത് ചെയ്യത്തില്ല. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ അതാണ് സംഭവിക്കുന്നത്. ഞങ്ങൾ സസ്റ്റൈനബിൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞതിന് ശേഷം എൻ്റെ എറണാകുളത്തുള്ള വീട് 2 നിലയാണ്. അപ്പോൾ നമ്മൾ സാധാരണ നമുക്കറിയാമല്ലോ, നമ്മുടെ വീടുകളൊക്കെ അത്യാവശ്യം സന്ധ്യയാകുമ്പോഴത്തേക്കുള്ള ലൈറ്റുകളൊക്കെ ഇട്ടുന്ന ഒന്ന് ഷോ ആക്കി വെക്കും. നമ്മൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, പക്ഷേ വി ഡു ദാറ്റ്. ഞങ്ങളിത് ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും എൻ്റെ മോനും, വൈഫ് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് വൈഫിനെ പഠിപ്പിക്കാൻ കുറച്ച് പണിപ്പെട്ടു, പക്ഷേ ഞാനും എൻ്റെ മോനും സ്റ്റാർട്ടഡ് ഡൂയിങ് ദിസ്. അതായത് ആളില്ലാത്ത റൂമിൽ ലൈറ്റ് ഉണ്ടാവാൻ പാടില്ല. ദാറ്റ്സ് എ പോളിസി അറ്റ് ഹോം. ഇപ്പം വൈകിട്ട് ഞങ്ങൾ 8 മണിക്ക് ഓഫീസിൽ നിന്ന് വരുന്ന സമയം വരെ വൈഫ് ഇരിക്കുന്ന മെയിൻ ഹാളും മേ ബി കിച്ചൺ 2 റൂമിലെ ലൈറ്റ് ഉണ്ടാകത്തുള്ളൂ.
രാത്രി നമ്മൾ ഒരു ലൈറ്റ് പുറത്തിട്ട് കഴിഞ്ഞാൽ അതിന് ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട്, 7 മണിക്ക് ഓണായി 5 മണിക്ക് ഓഫാകും. സോ ഐ മീൻ നമുക്കങ്ങനെ ഇപ്പം നമുക്ക് ഒരുപാട് സസ്റ്റൈനബിൾ, നിങ്ങൾക്കറിയാം ഇപ്പോൾ ഈ ഓട്ടോമേറ്റഡ് സിസ്റ്റമൊക്കെ വന്നത് എന്തുകൊണ്ട്, അപ്പോൾ പല സ്ഥലത്തും പോകുമ്പോൾ കാണാം, നമ്മൾ കോറിഡോറുകളിൽ പോകുകയാണെങ്കിൽ നിങ്ങൾ പാസ് ചെയ്യുമ്പോൾ ലൈറ്റ് ഓൺ ആകത്തുള്ളൂ. സോ ദിസ് എൻ ഓട്ടോമേറ്റഡ് സിസ്റ്റം. ഇതെല്ലാം സസ്റ്റൈനബിലിറ്റി പാർട്ടാണ്, നമ്മൾ പഠിക്കാത്തതുകൊണ്ട് നമുക്കറിയാൻ പറ്റുന്നത്. സോ ശരിക്കും റെസ്പോൺസിബിൾ എക്കണോമിക് ഡിസ്ട്രിബ്യൂഷൻ ഈസ് വൺ ഓഫ് ദി മെയിൻ ഒബ്ജക്റ്റീവ്സ്. അത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒക്കെ ഒരു പോളിസിയാണ്. പല രാജ്യങ്ങളും അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങി. പലയിടത്തും ഇപ്പോൾ ബിസിനസ് തുടങ്ങണമെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈവൻ മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ പോലും ഇപ്പം അവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് ജോലി കൊടുത്തതിന് ശേഷം അടുത്ത ആളെ എടുക്കാൻ പറ്റില്ല പുറത്തുനിന്ന്. സോ അതൊരു സിസ്റ്റമായിട്ട് എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇന്ത്യ ഈസ് വെരി ബിഹൈൻഡ്. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം വി ആർ ടു ബിഗ് ആൻഡ് വി ആർ എ ബിഗ് പോപ്പുലേഷൻ. അത് നമുക്ക് എല്ലായിടത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ചിലപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ വെൻ യു ഗോ ടു ബീഹാർ ഓർ ഒറീസ, ദ പീപ്പിൾ ആർ നോട്ട് എഡ്യൂക്കേറ്റഡ്. നമ്മൾ അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല ഇതൊന്നും. പക്ഷേ ദർ ഷുഡ് ബി എ സിസ്റ്റം ആൻഡ് വി ഹാവ് ടു ഗ്രാജുവലി ഗോ ഫോർ ഇറ്റ്. ഇപ്പം നമ്മൾ 2015 പാരീസ് ട്രീറ്റിയിൽ സംഭവിച്ചത് ഇതാണ്, ക്ലൈമറ്റ് ആക്ഷനെ കുറിച്ചാണ് ഉള്ള ട്രീറ്റിയാണത്. അതിൻ്റെ അകത്ത് നമ്മൾ ഇന്ത്യ ഒരു പാർട്ടാണ്, ഇന്ത്യ സൈൻ ചെയ്തതാണ്. അതിനകത്ത് 2050 ആകുമ്പോഴത്തേക്ക് നമ്മുടെ കാർബൺ എമിഷൻ, കാർബൺ എമിഷനൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷേ നമ്മുടെ കാർബൺ എഫക്റ്റൊക്കെ നെറ്റ് സീറോയിലേക്ക് കൊണ്ടുവരുമെന്നാണ് നമ്മളും കൂടി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ 2023 അടുത്ത 27 വർഷം കൊണ്ട് സംഭവിക്കില്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് വരും. കാരണം ബിക്കോസ് വി ആർ നോട്ട് ടേക്കിംഗ് എനി ആക്ഷൻസ്. അതിനെക്കുറിച്ച് നമുക്കൊരു എഡ്യൂക്കേഷൻ ഇല്ല, അതിനെക്കുറിച്ചൊരു പ്രോപ്പർ ട്രെയിനിങ് ഇല്ല. ദെൻ ദ സെക്കൻഡ് തിങ്, എൻവയറമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. അത് നമുക്കൊരു വലിയൊരു കൺസേൺ ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു റോങ് ടൈമിൽ മഴ പെയ്യുന്നു, അതുപോലെ തന്നെ ആവശ്യത്തിന് മഴ കിട്ടുന്നില്ല. ഇപ്പം ഞങ്ങളൊക്കെ ഏലകൃഷിയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇപ്പം മഴ കിട്ടാത്തതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് കൃഷിക്ക്. ഇപ്പം കഴിഞ്ഞ ദിവസം ആരും എന്നോട് ചോദിച്ചു, ഏലക്കയ്ക്ക് നല്ല വിലയാണല്ലോ, ഈ വർഷം രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു. ശരിയാണ്, ഭയങ്കര വിലയാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ക്രോപ്പിൻ്റെ 4 ക്രോപ്പില്ല, കാരണം മഴ ഉണ്ടായിരുന്നില്ല. സോ ദിസ് ഈസ് എ പ്രോബ്ലം. അത് നമ്മുടെ ഈവൻ ഫുഡ് ക്രോപ്സിൽ വന്നു കഴിഞ്ഞാലൊക്കെ ഇത് തന്നെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഒരു സസ്റ്റൈനബിൾ സ്റ്റാർട്ടപ്പ് നമ്മൾ പറഞ്ഞത് നേച്ചർ ടു ഹോംസ് ആണ് ഞങ്ങളുടെ ബ്രാൻഡ് നെയിം. അതിൻ്റെ കമ്പനി ഗ്രീൻ സ്മിത്ത് എസെൻഷ്യൽസ് ആണ്. അവിടെ ഞങ്ങൾ ചെയ്യുന്നത് മില്ലറ്റിൻ്റെ ഒരു വലിയ സ്റ്റോറുണ്ട്. മില്ലറ്റിൻ്റെ എനിക്കൊന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റോർ ഞങ്ങളുടെയാണ്. ഇപ്പോൾ മില്ലറ്റിനുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു ഡ്രൈ ക്രോപ്പാണ്. അതായത് സാധാരണ ഒരു കൃഷിക്ക് വേണ്ടുന്ന അല്ല നെല്ലിനൊക്കെ വേണ്ടുന്നേക്കാളും 70% വെള്ളം കുറച്ച് മതി മില്ലറ്റുകൾ ഉണ്ടാക്കാൻ. ഇന്ത്യ വാസ് എ ബിഗ് പ്രൊഡ്യൂസർ. പക്ഷേ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് ഡൗൺ ആയിപ്പോയി. കാരണം നമ്മുടെ ന്യൂ ജനറേഷൻ വന്നപ്പം മില്ലറ്റിൻ്റെ, ഇപ്പം നിങ്ങൾക്ക് മില്ലറ്റിൻ്റെ കഞ്ഞി വെച്ച് തന്നാൽ നിങ്ങൾ കുടിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇറ്റ്സ് എ ഹെൽത്തി മീൽ. ഇപ്പം ആൾക്കാർ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക്. സോ അതിനകത്ത് ഓക്കെ, അവിടെ നമ്മൾ ആ സസ്റ്റൈനബിലിറ്റിയിലേക്ക് വന്നപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ഒരു വലിയൊരു പോയിൻ്റ് അതാണ്. കാരണം വെൻ വി പ്രൊമോട്ട് മില്ലറ്റ്, ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങൾ അരി വാങ്ങിക്കുന്നില്ല, വി ആർ യൂസിങ് ഓൺലി മില്ലറ്റ്. ഓഫ് കോഴ്സ് എൻ്റെ മോനില്ലാത്തതുകൊണ്ടായിരിക്കണം, പക്ഷേ ഞാനും വൈഫും മില്ലറ്റാണ് കഴിക്കുന്നത്. അപ്പം മില്ലറ്റ് അത്രയും അരിയുടെ കൺസംഷൻ കുറയ്ക്കുമ്പോൾ ഒന്ന് നമ്മൾ ഹെൽത്തിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, പ്ലസ് നമ്മൾ ഇവിടുത്തെ വാട്ടർ കൺസർവേഷൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ സസ്റ്റൈനബിലിറ്റി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഓരോ രീതിയിലാണ്. അപ്പം നമ്മൾ പുറത്തുനിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നേച്ചർ ടു ഹോംസ് ആൻഡ് അനദർ ഗ്രോസറി സ്റ്റോർ? നമ്മളെല്ലാം വിൽക്കുന്നതൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, ഞങ്ങളുടെ ബ്രാൻഡിൽ വിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെയല്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പം ഇൻഡിവിജ്വൽ ഹോം മേക്കേഴ്സ് ഉണ്ടാക്കുന്ന ഫുഡ് നമ്മൾ ബ്രാൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു റവന്യൂ. ഇപ്പം അതുപോലെ ചെറിയ ഫാമേഴ്സ്, ഇപ്പോൾ ഞങ്ങൾ ഇടുക്കി വണ്ടമ്മേട് അവിടെ നിന്നൊക്കെയുള്ള സ്ഥലത്തു നിന്നാണ് ഏലക്ക, കുരുമുളക് എല്ലാം കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ വാട്ട് വി ഡു, വി ഗിവ് ദ ബെസ്റ്റ് പ്രൈസ് ടു ദ ഫാമർ. നമ്മളതിൻ്റെയൊക്കെ ഒരു മീഡിയേറ്റർ ഇല്ല, നമ്മൾ ഏറ്റവും നല്ല പ്രൈസ് അവർക്ക് കൊടുക്കും, നമ്മൾ പാക്ക് ചെയ്യും, നമ്മൾ വിൽക്കും. അപ്പോൾ ഞങ്ങളുടെ പ്രോഫിറ്റിന് ഞങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. വി ഡോണ്ട് ടേക്ക് ഹ്യൂജ് പ്രോഫിറ്റ്സ്. കാരണം നമുക്ക് കസ്റ്റമറെ നമുക്ക് അങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. ഡെഫിനറ്റ്ലി ലാസ്റ്റ് 2 years ഞങ്ങളുടെ ക്യാപിറ്റൽ വാസ് 20 lakh rupees ഞങ്ങൾ തുടങ്ങിയപ്പം. ആ 20 ലക്ഷം ഇതിലേ പോയെന്ന് കണ്ടില്ല. ഇപ്പോൾ ഒരു 10 ലക്ഷം ലോൺ എടുത്തു, അത് ഇപ്പോൾ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ഇപ്പം അടുത്ത 10 ലക്ഷം ഇപ്പം പമ്പ് ചെയ്താലേ മുന്നോട്ട് പോകുള്ളൂ. കാരണം ഇനിഷ്യൽ ഒരുപാട് പ്രോസസ്സസ് ഉണ്ടായിരുന്നു, പിന്നെ ഷോപ്പ് ഫർണിഷിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ഇപ്പം വി ആർ ഇൻ എ വെരി റൈറ്റ് ചാനൽ. ഞങ്ങളിപ്പോൾ B2B, ഞങ്ങളുടെ എറണാകുളം മെയിൻ ഏരിയയിലുള്ള എല്ലാ മോസ്റ്റ് ഓഫ് ദി ബിഗ് സൂപ്പർ മാർക്കറ്റ്സ് ഞങ്ങളുടെ ബ്രാൻഡ് നേച്ചർ ടു ഹോംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, പല ഐറ്റംസ്. സോ ദേ ഹാവ് സ്റ്റാർട്ടഡ് സെല്ലിങ് ഇറ്റ്. പിന്നെ വലിയ ചെയിൻസ് ഒന്നും നമ്മുടെ പ്രൊഡക്റ്റ് എടുത്തില്ല, ബിക്കോസ് ദേ ഡിക്റ്റേറ്റ് ടൈംസ്. അവർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കണം. ദാറ്റ് വി നെവർ ഡു. ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി സോ സസ്റ്റൈനബിൾ. എൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്ക് മാന്യമായ പൈസ കിട്ടണം, കസ്റ്റമർ കൂടുതൽ പൈസ പേ ചെയ്യാനും പാടില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നവർക്ക് ചെറിയൊരു മാർജിനേ കിട്ടുള്ളൂ. സോ ദേ ഷുഡ് ബി ഡൂയിങ് എ കൈൻഡ് ഓഫ് എ സോഷ്യൽ സർവീസ്.
അതും നല്ലൊരു ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഒരു രീതിയാണ്. ഇപ്പം നമുക്കിവിടെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും സ്റ്റാർട്ടപ്സിന് വേണ്ടി ഫണ്ട് ചെയ്യാനൊക്കെ ഒരുപാട് കമ്പനീസ് വരും, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിൽ ഈവൻ ദ ബാങ്ക് വെൻ യു അപ്ലൈ ഫോർ എ ലോൺ they look for your certifications. If you are a sustainable company, you will get loan easily. അവർ വേറൊന്നും നോക്കത്തില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യയിലൊന്നും അതൊന്നും ആയിട്ടില്ല. ഇന്ത്യയിൽ നമ്മുടെ സർട്ടിഫിക്കേഷൻസ് വളരെ വളരെ കുറവേ ഉള്ളൂ. അതിൻ്റെ നമ്മുടെ ബാങ്ക്സിനൊന്നും അറിയാൻ പോലും പറ്റത്തില്ല. ഞങ്ങളുടെ ബാങ്കിൽ പോകുമ്പോൾ സർട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ അവർക്ക് അറിയാനേ പറ്റില്ല അങ്ങനെ സംഭവം എന്താണെന്നുള്ളത്. സോ ദെയർസ് എ ഡിഫറൻസ്. ദെൻ കൺസർവേഷൻ ഓഫ് അവർ സോഷ്യൽ ഹെറിറ്റേജ് ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. നമ്മൾ അറിയാമല്ലോ, നമ്മുടെ ഇന്ത്യയുടെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇന്ത്യയുടെ വലിയൊരു അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷൻ തന്നെയാണ്, നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റലാണ്. അതിനെ നമ്മൾ കൺസർവ് ചെയ്തില്ലെങ്കിൽ, ഇപ്പം ഞങ്ങൾ മുമ്പ് ഇവിടെ വരുന്നവർ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം ഇതാണ്, നമ്മുടെ പിള്ളേരെല്ലാം എന്തുകൊണ്ടാണ് കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ജർമ്മനിക്കും ഒക്കെ പോകുന്നത്? ശരിക്കും നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റലാണ് നമുക്കിവിടെ നിന്ന് നഷ്ടപ്പെടുന്നത്. ആൾക്കാർ പുറത്തുപോയി ജോലി ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഡെഫിനറ്റ്ലി വി ഹാവ് എ പൊട്ടൻഷ്യൽ ഹിയർ. നമുക്ക് ഇത്രയും വലിയ പോപ്പുലേഷനെ നമുക്ക് ഫീഡ് ചെയ്യണം. സോ നാച്ചുറലി വി ഹാവ് ദ റൈറ്റ് പ്ലാറ്റ്ഫോം ഹിയർ. നമ്മൾ എന്തുകൊണ്ടാണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഒരു നല്ലൊരു ട്രെയിനിങ് പോലുമില്ല. നമ്മുടെ അക്കാഡമിക്സിൻ്റെ പ്രശ്നങ്ങളുണ്ട്, കരിക്കുലത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഞാനിപ്പം വെളിയിൽ ഓസ്ട്രേലിയയിലൊക്കെ പഠിപ്പിച്ചിട്ട് ഇവിടെ ഐ ടേക്ക് ക്ലാസ്സസ് ഇൻ MG യൂണിവേഴ്സിറ്റി, SH കോളേജ്, തേവർ, ഇവിടെയൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ അവരുടെ കരിക്കുലമൊക്കെ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. കാരണം യുവർ ഫേറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റം അതാണ്. യൂണിവേഴ്സിറ്റികൾക്കും പലതും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ വന്നപ്പം ദേ ആർ ചേഞ്ചിങ്. ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം അമിറ്റി യൂണിവേഴ്സിറ്റിയുടെ കൊൽക്കത്ത ക്യാമ്പസിൻ്റെ കംപ്ലീറ്റ് ടൂറിസം കരിക്കുലം ഞാൻ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ദ പ്രോബ്ലം ഈസ് ദാറ്റ് നമ്മളൊരു ആസ് എ കൺട്രി, ഇന്ത്യ മൊത്തം അങ്ങനെ ഒരു മൂവ്മെൻറ്റിലേക്ക് പോയില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് വെച്ചാൽ ഇന്ത്യ ആസ് എ ഡെസ്റ്റിനേഷൻ. നമ്മളിപ്പോൾ കേരളം നമ്മുടെ സ്വന്തമാണെന്ന് പറഞ്ഞിരിക്കും. പക്ഷേ ഒരു വെസ്റ്റേൺ ഔട്ട്ലുക്കിൽ കേരളം എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. ദിസ് ഓൺലി ഇന്ത്യ. പീപ്പിൾ ആർ സീയിങ് ഇന്ത്യ. അപ്പം നമ്മൾ ഇന്ത്യയിൽ എന്ത് ദോഷം വന്നാലും, അതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു കോർണറിൽ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, എസ്പെഷ്യലി ഇൻ ടൂറിസം വി ഹാവ് ഗോട്ട് എ ബിഗ് പ്രോബ്ലം. അവർ പറയും, ഇന്ത്യ ഇറ്റ്സ് ലൈക്ക് ദിസ്, ദർ ആർ വിമൻ അബ്യൂസ്, ദിസ് ആൻഡ് ദാറ്റ്. അപ്പം നമ്മളവരോട് പറയും ദാറ്റ് ഈസ് ഇൻ നോർത്ത് ഓഫ് ഇന്ത്യ ആൻഡ് വി ആർ ടോട്ടലി ഇൻ ദ സൗത്ത് എൻഡ്. പക്ഷേ ദേ ഡോണ്ട് കെയർ. ഇറ്റ് ഈസ് ഇന്ത്യ. സോ അത് നമ്മൾ ഡെഫിനറ്റ്ലി ആ ഒരു മൂവ്മെൻറ്റിലേക്ക്. ഇപ്പം ഐ എം വെരി ഹാപ്പി ടു അഡ്രസ് യു ദ യങ്സ്റ്റേഴ്സ്, ബിക്കോസ് യു ആർ ദ ഫ്യൂച്ചർ. When you are able to learn, definitely you can start implementing. At least when you do something next time, you will not make the same mistake as you have done before. അതൊക്കെയാണ് നമുക്ക്. അതുകൊണ്ട് ഐ ടേക്ക് എ ലോട്ട് ഓഫ് ക്ലാസ്സസ് ഫോർ ദി യങ്സ്റ്റേഴ്സ്. നമുക്ക് വളരെ സന്തോഷമാണ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. സോ അതിൻ്റെ അകത്തൊരു 10 പേരെ കൺവേർട്ട് ചെയ്യാൻ പറ്റിയാൽ പോലും ഇറ്റ്സ് എ ബിഗ് ചെയിൻ. സോ നമ്മൾ അത് ഇപ്പം യൂറോപ്പിൽ നിങ്ങൾക്കറിയാം, ഈ ക്ലൈമറ്റ് ചേഞ്ചിന് അഗനിസ്റ്റ് നടക്കുന്ന സമരങ്ങൾ, ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രേറ്റ തുംബർഗ് എന്ന് പറയുന്ന ലേഡി തുടങ്ങിയൊരു സംഭവമാണ്. ഞാൻ അതിൻ്റെ ബെർലിനിലെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തത്. അന്ന് മേ ബി ഒരു 10 ലക്ഷം പേരെങ്കിലും അവിടെ ഒന്ന് ഗ്യാദർ ചെയ്ത് സിറ്റി മുഴുവൻ അവരെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അത് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ കാരണന്മാർ ഇങ്ങനെ തോളയിലൊക്കെ എടുത്തിരുത്തിക്കൊണ്ട് അവരെല്ലാം പ്ലക്കാർഡ് പിടിച്ചിരിക്കുകയാണ്. വി ഹാവ് ഓൺലി വൺ എർത്ത്, വി ഹാവ് ഓൺലി വൺ പ്ലാനറ്റ്, വി ഹാവ് ടു പ്രൊട്ടക്റ്റ് ഇറ്റ്. നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിന് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിന് ഒരു മിറ്റിഗേഷൻ സ്ട്രാറ്റജി ഇല്ലെങ്കിൽ അവർ ലൈഫ് വിൽ ബി ഹൊറിബിൾ. നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ, നമ്മളിപ്പോൾ തന്നെ കഴിഞ്ഞ സമ്മറിലെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റില്ല നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അതേസമയം ഒരു 5 ഡിഗ്രിയും കൂടെ കൂടുന്നൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കും. അടുത്ത 10 വർഷത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മുടെ ടെമ്പറേച്ചർ 5 ഡിഗ്രിയും കൂടെ കൂടും. കടലിലെ തിരമാലകൾ ഇപ്പോൾ ഉള്ളതിനേക്കാളും 4-5-6 മീറ്റർ കൂടെ പൊങ്ങിപ്പോകും. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ, കൊച്ചി എന്ന് പറയുന്ന സിറ്റിയൊക്കെ വെള്ളത്തിനടി പോകുന്ന പറഞ്ഞത് 2050 ആകുമ്പോഴത്തേക്ക്. ദിസ് ഈസ് ഹാപ്പനിങ്. നമ്മൾ ഓരോ സ്ഥലത്തും സംഭവിക്കുന്നുണ്ട്. നമ്മൾക്ക് പല രാജ്യങ്ങളിലും നമ്മൾ പോകുമ്പോൾ നമ്മൾ കഥകൾ കേൾക്കുന്നതാണ്. സോ വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദിസ്. സോ നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ ക്യാപിറ്റലിനെ കുറിച്ചാണ്. നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ അസറ്റ് എന്ന് പറയുന്നത് അതൊരു വലിയൊരു ഹെറിറ്റേജാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പം 10 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ 10 എംപ്ലോയീസും. ഡെഫിനറ്റ്ലി ആ ഹ്യൂമൻ ക്യാപിറ്റൽ. അവരില്ലാതെ നമുക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ 3 മെയിനായിട്ടുള്ള 3 പില്ലേഴ്സിലാണ് സസ്റ്റൈനബിൾ ഓണ്ടർപ്രണർഷിപ്പ് പോകുന്നത്. ഞാൻ ഇതൊരു 1.5 മണിക്കൂറിൻ്റെ ചെറിയൊരു ക്ലാസ് എടുത്ത് പോകുന്നൊരു സബ്ജക്റ്റ് അല്ല ഇത്. പക്ഷേ ഐ എം ജസ്റ്റ് ഗിവിങ് യു സം ഗ്ലിംസസ് ഓൺ ദിസ്, ഹൗ ഇറ്റ് ഈസ് ബിക്കമിങ് സസ്റ്റൈനബിൾ. ഇപ്പോൾ എൻ്റെ 2 കമ്പനികളും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ എന്നാൽ പോലും ഞങ്ങളുടെ 2 കമ്പനി സസ്റ്റൈനബിളായിട്ടാണ് റൺ ചെയ്യുന്നത്. സോ ഞങ്ങളുടെ കേരള വോയേജസ് എന്ന് പറയുന്ന ടൂർ കമ്പനി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ഗ്രീൻ സ്മിത്ത് ഉണ്ടാവത്തുണ്ടായിരുന്നില്ല. കാരണം അവിടെ നിന്ന് വന്നതാണ്. സോ നൗ വി ആർ ഗിവിങ് എംപ്ലോയ്മെൻറ്റ് ടു അറൗണ്ട് 6 people ഇൻ ദ ന്യൂ കമ്പനി.
പ്ലസ് വി ആർ സപ്പോർട്ടിങ് അറൗണ്ട് 20 വെൻഡേഴ്സ്, സ്മോൾ വെൻഡേഴ്സ്. അത് ചിലപ്പോൾ ഹോം മേക്കേഴ്സ് ആവാം, ചെറിയ കൃഷിക്കാരാവാം, അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് എ വേ വി ഗ്രോ. നമുക്കിപ്പം ഡെഫിനറ്റ്ലി നമുക്ക് ഫണ്ട് ഷോർട്ടേജ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ആലോചിക്കും വൈ വി ഷുഡ് റൺ ദിസ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് പ്രോഫിറ്റബിലിറ്റിയും അതിൻ്റെ സസ്റ്റൈനബിലിറ്റിയുടെ പാർട്ടാണ്. നമ്മൾ പലപ്പോഴും എൻവയറമെൻറ്റ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ബിസിനസ് സസ്റ്റൈൻ ചെയ്യണം. സോ യു ഷുഡ് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ പ്രോഫിറ്റ് ആൻഡ് മണി വിത്ത് യുവർ ഹാൻഡ്സ്. പക്ഷെ നമ്മളപ്പോഴും നമുക്കൊരു സോഷ്യൽ കോസ്റ്റ് മുന്നിലുണ്ട്. ഇപ്പോൾ നമ്മുടെ സർട്ടിഫിക്കേഷൻസ് വരുമ്പം അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് നമ്മുടെ കമ്പനിയെ ഓവർലുക്ക് ചെയ്യുമ്പോൾ ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ഇൻ എ ഡിഫറെൻറ്റ് വേ. ഇപ്പം ഞങ്ങളുടെ കമ്പനിക്ക് ക്ലയൻറ്റ്സ് വരുന്നത് ദേ ആർ കമ്മിങ് ടു അസ്. നമുക്കിപ്പോൾ മാർക്കറ്റിങ്ങിന് വേണ്ടി, ഞാൻ പണ്ടൊക്കെ ഒരുപാട് മാർക്കറ്റിങ്ങിന് സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു യൂറോപ്പിൽ. ഇപ്പം ഐ ഹാവ് ലിമിറ്റഡ് ദാറ്റ്. ഐ ഡോ നോട്ട് ഡു മച്ച് മാർക്കറ്റിംഗ് ബിക്കോസ് പീപ്പിൾ ആർ കമ്മിങ് ടു അസ്. They are looking for a sustainable operator or they are looking for sustainable suppliers, so we get business. ഇതെല്ലാം ഇതിൻ്റെ ഇമ്പാക്ട്സ് ആണ്. നമ്മൾ സസ്റ്റൈനബിളി ചെയ്യുമ്പോൾ പീപ്പിൾ വിൽ കം ടു യു. സോ യു ആർ സേവിങ് മണി ഓൺ യുവർ മാർക്കറ്റിംഗ് ബഡ്ജറ്റ്. സോ യു ആർ സേവിങ് മണി ഓൺ യുവർ മാൻ പവർ, മെനി തിങ്സ്. Then when it comes to, I'm sure I'm running short of time. നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, I'm sure you are already learning something. പക്ഷെ നമ്മൾ പലപ്പോഴും അറിയേണ്ട ഒരു കാര്യം, when we should stop learning. അങ്ങനെ ഒരു സമയമുണ്ടോ? ഇല്ല. സോ we should learn every day. സോ അതിനകത്ത് there is a very nice book by Stephen Johnson, Stephen Spencer, Who Moved My Cheese. നിങ്ങളാരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചെറിയ ബുക്കാണ്, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം, ഒരു 2 മണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കാം. അതിൻ്റെ അകത്ത് ഒരു 4 ഇമാജിനറി ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടുള്ളൊരു നോവലറ്റ് പോലത്തെ ഒരു ബുക്കാണ്. വെരി നല്ല ഇംഗ്ലീഷാണ്, ആർക്കും വേണ്ട മനസ്സിലാവുന്ന ഇംഗ്ലീഷാണ്. അതിൻ്റെ അകത്ത് ഒരു സെറ്റ് ഓഫ് 4 എലികളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു സെറ്റ് 2 പേരുള്ള ഒരു സെറ്റ്, ഈ 4 പേര് ഒരേ സ്ഥലത്ത്, അവർ ചീസാണ് കഴിക്കുന്നത്. ഇപ്പം ഏതോ ഒരു വീട്ടിലൊരു പർട്ടിക്കുലർ സ്ഥലത്ത് ഡൈനിങ് ഏരിയയിലോ ആയിരിക്കും. യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഡൈനിങ്ങിൻ്റെ ഏരിയയിലൊക്കെ ചീസൊക്കെ തറയിലൊക്കെ വീണിട്ടുണ്ടാവും. അപ്പോൾ ഇവരൊന്ന് ചീസ് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇവരവിടെ വരുമ്പോൾ അവിടെ ചീസില്ല. ചീസ് എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല, ഇവർക്കൊന്നും കഴിക്കാനൊന്നുമില്ല. അപ്പം 2 എലിക്കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഓക്കെ ഇന്ന് കണ്ടില്ല, നാളെ കിട്ടുമായിരിക്കും, സോ വി വിൽ ഗോ ബാക്ക്. പക്ഷെ മറ്റേ 2 പേര് പറഞ്ഞു, അത് ശരിയാവത്തില്ലല്ലോ, കാരണം നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. സോ അത് ആരെടുത്തുകൊണ്ട് പോയി നമുക്ക് അറിയേണ്ടത്, അത് നമുക്ക് കിട്ടാൻ നമ്മൾ അർഹതപ്പെട്ടതാണ്. ദേ ആർ നോട്ട് പേയിങ് എനിത്തിങ് കേട്ടോ, അവർ ജോലിയിൽ നിന്ന് എടുത്തിട്ട് കിട്ടുന്നതല്ല. അങ്ങനെ 2 ദിവസമായി 3 ദിവസമായി ഈ ചീസ് അവിടെ വരുന്നില്ല. അപ്പം ഈ ആദ്യത്തെ നല്ല എലിക്കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഇത് നമ്മൾ പട്ടിണി കിടന്ന് ചാവത്തേ ഉള്ളൂ, നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല. സോ വി വിൽ ഗോ ആൻഡ് ഫൈൻഡ് ഔട്ട് അവർ ചീസ്. നമുക്ക് ഭക്ഷണം കഴിച്ചില്ല, നമ്മൾ ചത്തുപോകും. മറ്റൊരു പറഞ്ഞില്ല, അതൊന്നും ശരിയാവത്തില്ല, ഞങ്ങളുടെ ചീസ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെ അവർ വാശി പിടിച്ച് നിന്നു. മറ്റൊരു പുറത്തു പോയി. കുറേ കാലം കഴിഞ്ഞപ്പം ഇവരിങ്ങനെ ആരോഗ്യമെല്ലാം നശിച്ച് അവസാനം പുറത്തിറങ്ങി വരുന്നൊരു കഥയാണ് ശരിക്കും പറയുന്നത്. നമ്മൾ പലപ്പോഴും അറിയേണ്ടത്, വി കനോട്ട് ഡിമാൻഡ് ദാറ്റ് ദർ ഷുഡ് ബി സംതിങ് ഫോർ അസ്. നമുക്കത് വി ഹാവ് ടു ഗോ ആൻഡ് ഫൈൻഡ് ഇറ്റ് ഔട്ട്. അപ്പം നമ്മുടെ എല്ലാവരുടെയും കരിയറിൽ അത് സംഭവിക്കുന്നത്. നമ്മൾ പലപ്പോഴും നിങ്ങളോർക്കും, നിങ്ങൾ നല്ലൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു, നല്ല ഡിഗ്രി കിട്ടി, നാളെ തന്നെ ഒരു പ്ലേസ്മെൻറ്റ് കമ്പനി വന്ന് നിങ്ങൾ എടുത്തുകൊണ്ട് പോകും, അങ്ങനെയൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. സോ വി ഷുഡ് ഫൈൻഡ് അവർ ഓൺ പ്ലേസ്. സംടൈംസ് ഇറ്റ് മേ വർക്ക്, ഇറ്റ് മേ നോട്ട് വർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ തന്നെ ചിലപ്പം ഇറ്റ് മേ നോട്ട് മാച്ച് യുവർ റിയലി എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ഓൾ. സോ ഹൂ മൂഡ് മൈ ചീസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഇഫ് സംബഡി ഹാസ് ടേക്കൺ യുവർ ചീസ് ഔട്ട്, യു ഷുഡ് ഗോ ഔട്ട് ആൻഡ് ഫൈൻഡ് യുവർ ചീസ്. അത് ഇറ്റ് മേ ബി ഇൻ എ ഡിഫറെൻറ്റ് ഫീൽഡ് ഓർ വാട്ട് എവർ. Then competition, that's also a big thing when you are coming to the entrepreneurship. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മളിവിടെ ഈ ഓണം സീസൺ ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്തിലാണ് ആൾക്കാർ കോമ്പീറ്റ് ചെയ്യുന്നത്? ഏത് പേരിലാണ് കോമ്പീറ്റ് ചെയ്യുന്നത്? കടകളൊക്കെ അല്ല, തുണി, ഐ മീൻ എന്ത് ബേസിലാണ്? ഡിസ്കൗണ്ട്സ് അല്ലേ? ഇപ്പോൾ ഒരാൾ 50% കൊടുത്താൽ മറ്റേ ആൾ 100% എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് കൊടുക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഡിസ്കൗണ്ട്സിലാണ് പോകുന്നത്. അപ്പോൾ കോമ്പറ്റീഷനാണ്. അതൊരു സസ്റ്റൈനബിൾ മോഡലേ അല്ല. I have to be very frank with this. You can give discounts or whatever. പക്ഷേ അത് നിങ്ങൾക്ക് സസ്റ്റൈനബിൾ ആകാൻ പറ്റില്ല. സസ്റ്റൈനബിൾ ആകണമെങ്കിൽ യു ഷുഡ് ഹാവ് യുവർ പ്രോഫിറ്റ് ഓൾസോ. ഇല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി പൂട്ടിപ്പോകും നാച്ചുറലി. അപ്പം അങ്ങനത്തെ കോമ്പറ്റീഷനെ ഫേസ് ചെയ്യാൻ ഞങ്ങളുടെ കമ്പനി കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ ടൂർ കമ്പനി, വി ഹാവ് ടോട്ടലി ഡിഫറൻഷ്യേറ്റഡ് അവർ പ്രൊഡക്ട്സ്. ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ കേരള വോയിസിൻ്റെ വെബ്സൈറ്റിലൊക്കെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും, സാധാരണ ഉള്ള ടൂറുകളൊന്നും ഞങ്ങളുടെ ഐറ്റിനറി ഒന്നിനകത്ത് ഉണ്ടാകത്തില്ല. വി ഡോണ്ട് ഓഫർ എനിത്തിങ് വിച്ച് ഈസ് കോമൺ. സോ പീപ്പിൾ കനോട്ട് കമ്പയർ അവർ പ്രൊഡക്റ്റ് വിത്ത് സംബഡി എൽസ്. അപ്പോൾ ഒരാളും വന്നിട്ട് നിങ്ങളുടെ പ്രൈസ് കൂടുതലാണെന്ന് പറയാൻ അതിനുള്ള ഓപ്ഷനില്ല. ഞങ്ങൾ പ്രൈസ് തന്നെ ഇട്ടിട്ടില്ല ഞങ്ങളുടെ വെബ്സൈറ്റിൽ. പക്ഷേ ഒരു പ്രൊഡക്റ്റ് ഒരു കമ്പയർ ചെയ്താൽ പോലും ഞങ്ങൾ കൊടുക്കുന്നൊരു ടൂറ് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതിനകത്ത് കാര്യം എന്താ വെച്ചാൽ,
is our own human element we have put into this. കാരണം ഞാൻ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, മനുഷ്യനുള്ള ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചാൽ എവറി ഇൻഡിവിജ്വൽ ഈസ് ഡിഫറെൻറ്റ്. നമുക്കറിയാം, നമ്മുടെ തമ്പ് ഇംപ്രഷൻ നമ്മൾ കൊണ്ടുപോയി കൊടുത്ത് നമ്മുടെ ഐഡൻറ്റിറ്റി എടുക്കാറുണ്ട് അല്ലേ. നമ്മൾ ഇവൻ റേഷൻ കടയിൽ പോലും ഇപ്പോൾ എനിക്ക് വന്ന് ഇപ്പോൾ അത് വേണമെന്ന് തോന്നുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്? ഈ ലോകത്തിൽ ഇത്രയും ജനങ്ങളുള്ള ഒരു സ്ഥലത്ത് ഓരോരുത്തരുടെയും തമ്പെന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റാണ്. സോ എവറി ഇൻഡിവിജ്വൽ ഈസ് ഡിഫറെൻറ്റ്. So our human element is also different. So if you can really deliver such things in a different way, you can challenge the competition. So this you should keep. Then USPs, what you call unique propositions. അത് നിങ്ങളുടെ പ്രൊഡക്റ്റിനുണ്ടാണ്. ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്ന വലിയൊരു അഡ്വാൻറ്റേജ് അതാണ്. പല പ്രൊപ്പോസിഷൻസും വളരെ യുണീക്കാണ്. നമുക്ക് ഈവൻ വളരെ ചെറുപ്പക്കാർ പിള്ളേർ വളരെ നല്ല, ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, he is not even an engineer. He has found out a device. നമ്മുടെ മെഴ്സിഡസ് ബെൻസ് കാറിലൊക്കെ ഉള്ളൊരു ഫെസിലിറ്റിയാണ്. നിങ്ങൾ ഡ്രൈവർ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ the car will automatically stop. So you will not get into an accident. മെഴ്സിഡസിലൊക്കെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഒരു അലാം കിട്ടും, ഒരു വാർണിംഗ് കിട്ടും. പക്ഷേ ഇത് ഇറ്റ്സ് എ ന്യൂ ഡിവൈസ്, ആർക്കും അഫോർഡ് ചെയ്യാവുന്നൊരു ഡിവൈസാണ്. സോ നമുക്ക് ഇന്നോവേഷൻസും അങ്ങനെയുള്ള അല്ലെങ്കിൽ USPസും ഒക്കെ വളരെ മസ്റ്റാണ്. സോ വി ഹാവ് ടു ഹാവ് തിങ്കിങ്. ഇത് ഞാനിതിപ്പം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ യു മേ ബി ഇൻ യുവർ 20s നൗ. അപ്പോൾ നിങ്ങളൊരു 30 വയസ്സൊക്കെ കഴിഞ്ഞ് നിങ്ങളൊരു ഓൺടർപ്രണർഷിപ്പിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ചിന്തിച്ച് തുടങ്ങണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അന്ന് വരുമ്പോൾ നിങ്ങൾ യു വിൽ ബി ബ്രാൻഡ് ന്യൂ. നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. എൻ്റെ ലൈഫിലും കരിയറിലും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ഞാൻ ആദ്യം വർക്ക് ചെയ്ത മാർക്കറ്റിംഗ് കമ്പനിയിൽ ഞങ്ങളുടെ ഫിനാൻസ് ഡയറക്ടർ വാസ് സോ സ്ട്രിക്റ്റ്. അന്ന് ഞാനവിടെ എംപ്ലോയി ആണ്. ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് പലപ്പോഴും ദേഷ്യം വന്നിട്ടുണ്ട്. കാരണം 5 പൈസയ്ക്ക് പുള്ളി കണക്ക് പറയും. അപ്പോൾ ഞാനോർത്ത് ഇങ്ങനൊരു മനുഷ്യനുണ്ടോയെന്ന് പറയും. പക്ഷേ അവിടെ നിന്ന് പഠിച്ച ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഐ കുഡ് ക്യാരി ഇൻ ടു മൈ ബിസിനസ്. ഞാനിപ്പോൾ പോകുന്ന അതേ സമയം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ 2 വർഷം ഇത്ര എംപ്ലോയീസിന് സാലറി കൊടുത്തപ്പോഴും ഞങ്ങളുടെ കമ്പനി പൂട്ടാഞ്ഞതിൻ്റെ കാര്യം അതാണ്. സോ വി ഹാവ് എ വെരി സ്ട്രിക്റ്റ് പോളിസി ദാറ്റ് വി വിൽ നോട്ട് ടേക്ക് എ സിംഗിൾ റുപ്പി ഔട്ട് ഓഫ് ദി കമ്പനി ഫ്രം ദി ബിസിനസ്. വാട്ട് എവർ പ്രോഫിറ്റ് കംസ് ഇറ്റ് ഗോസ് ബാക്ക് ടു ദ പ്രോഫിറ്റ്. വി ടേക്ക് എ സാലറി ടു സർവൈവ്. ദാറ്റ്സ് ഓൾ. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ, പിന്നെ എക്സ്പെൻസസ് ഡെഫിനറ്റ്ലി നോ. വി നോ വാട്ട് ടു ബൈ, വി നോ വാട്ട് നോട്ട് ടു ബൈ. ഇപ്പം നമ്മൾ പലപ്പോഴും ഇപ്പോഴത്തെ പുതിയൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോഴത്തെ ഫസ്റ്റ് R എന്ന് പറയുന്നത് റെഫ്യൂസ് ആണ്. യു ഡോണ്ട് ബൈ അറ്റ് ഓൾ. നിങ്ങൾ വാങ്ങിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേസ്റ്റ് വരുന്നില്ല, നിങ്ങൾക്കത് മാനേജ് ചെയ്യേണ്ടി വരുന്നില്ല. സോ റെഫ്യൂസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വരിക എന്ന് പറയുന്നത് അതൊരു മെൻ്റൽ സ്റ്റേജ് ആവട്ടെ. നമുക്ക് പലപ്പോഴും ഈസി അല്ല. എസ്പെഷ്യലി നിങ്ങളുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട്. ഇഫ് യു സീ എ വെരി നൈസ് ഡ്രസ്, യു ആർ ടെംപ്റ്റഡ് ടു ബൈ ദിസ് അല്ലേ. നമ്മൾ പൈസ ഉണ്ടെങ്കിൽ നാച്ചുറലി വാങ്ങിക്കാം. പക്ഷേ വി ഷുഡ് തിങ്ക് അഗെയിൻ, ഡു വി നീഡ് ദിസ്? നമുക്കിത് കിട്ടിയാൽ നമ്മുടെ ഷെൽഫിൽ കൊണ്ടുപോയി വെക്കാനല്ലാതെ നമുക്ക് ആഴ്ചയിൽ 7 ദിവസമേ ഉള്ളൂ. മേ ബി 7 ഡ്രസ്സൊക്കെ മതിയായിരിക്കും നമുക്ക് മാറി ഇടണമെങ്കിൽ. സോ ദിസ് ഈസ് എ ന്യൂ തോട്ട് നൗ. ഈവൻ ഇൻ യൂറോപ്യൻ കൺട്രീസ് ഇറ്റ് ഈസ് ഹാപ്പനിങ്. ഞാൻ പറയുന്നത് ഒരു മിഡിൽ ക്ലാസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു സൂപ്പർ റിച്ച് കമ്മ്യൂണിറ്റി ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. അവരൊക്കെ പ്രൈവറ്റ് ജെറ്റിലൊക്കെ പോകുന്ന ആൾക്കാരെ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ മിഡിൽ ക്ലാസ് ഇസ് ദേ ഹാവ് സ്റ്റാർട്ടഡ് തിങ്കിങ് ലൈക്ക് ദിസ്. ഡു ഐ നീഡ് ദിസ്? So that's a question you can ask whatever things you eat. And when we count all these kind of things for 10 years, you can see how much money we have saved. So this is a life pattern we are all following. So by the grace of God, I'm getting good money from my business here. I'm getting a foreign salary. I'm well settled. I'm having my social security out of the country. So എനിക്ക് വേണമെങ്കിൽ ഭയങ്കര ലാവിഷായിട്ട് നടക്കാം. പക്ഷേ I really don't like that പേഴ്സണലി. കാരണം അതിൻ്റെ അകത്തുനിന്നൊരു പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് മൊമെൻ്ററി ആണ്. ഞാനിപ്പോൾ ഒരു ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാറൊക്കെ മേടിച്ച് നടന്നാൽ മേ ബി നമ്മൾ 10 പേരെ കാണുമ്പോൾ നമ്മൾ നോക്കുമായിരിക്കും. പക്ഷേ വാട്ട് ഈസ് എ പ്ലഷർ? അഗെയിൻ ഇറ്റ്സ് എ കാർ ഓൺലി. സോ അഗെയിൻ ഇപ്പോഴത്തെ പുതിയ തോട്ടം എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു റെഡ്യൂസ് യുവർ ട്രാവൽ എന്നും കൂടെയാണ് പറയുന്നത്. അപ്പം നാച്ചുറലി ഇതെല്ലാം വരും. അപ്പോൾ സോ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഈസ് എ മസ്റ്റ് വെൻ യു ആർ എ സ്റ്റുഡൻറ്റ്. ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് മാസം 300 രൂപയാണ് വീട്ടിൽ നിന്ന് മണി ഓർഡർ കിട്ടുന്നത്. അന്ന് മണി ഓർഡറിലാണ് പൈസ വരുന്നത്. നിങ്ങളെ പോലത്തെ GPay ഒന്നുമില്ല അന്ന്. 300 രൂപ കിട്ടിയാൽ 275 രൂപ ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം. പോയിട്ട് 25 രൂപയാണ് പോക്കറ്റ് മണി കിട്ടുള്ളൂ ഒരു മാസം. അതിന് കൂടെ കിട്ടാനൊരു മാർഗ്ഗമില്ല. ദെൻ ഐ യൂസ് ടു ഡു സംതിങ്. ഞങ്ങളുടെ കോളേജിൽ ചങ്ങനാശ്ശേരി SP യിലാണ് പഠിച്ചത്. ഭയങ്കര റിച്ചായിട്ടുള്ള കാഞ്ഞിരപ്പള്ളിക്കാർ സ്റ്റുഡൻസൊക്കെ വരുന്ന സ്ഥലമാണ്. ഐ യൂസ് ടു അയൺ ദെയർ ക്ലോത്ത്സ്. ഞാൻ അയണിങ്ങിൽ വളരെ എക്സ്പെർട്ടാണ്. അപ്പോൾ ഞാൻ അവരുടെ തുണി തേച്ച് കൊടുത്താൽ പൈസ കിട്ടും. സോ ദാറ്റ്സ് എ പോക്കറ്റ് മണി. സോ അന്ന് ഞാൻ അങ്ങനെ തേച്ച് പഠിച്ചതുകൊണ്ട് ഇപ്പോൾ ഐ എം എ ഗുഡ് അയണർ അറ്റ് ഹോം. ഇപ്പോൾ എൻ്റെ പിള്ളേരുടെ വൈഫിൻ്റെ ഒക്കെ തുണി ഞാൻ തന്നെ തേച്ച് കൊടുക്കുന്നത്. സോ ദിസ് ഈസ് സംതിങ് അബൌട്ട് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ.
ദെൻ സ്ട്രോങ് ആൻഡ് സസ്റ്റൈനബിൾ നെറ്റ്വർക്ക്സ്. നിങ്ങൾ നെറ്റ്വർക്കിങ്ങിലൊക്കെ വളരെ നല്ല ആൾക്കാരാണെന്ന് എനിക്കറിയാം. പക്ഷേ വി ഷുഡ് ഡിസൈഡ് വെദർ യുവർ നെറ്റ്വർക്ക് വിൽ ഹെൽപ്പ് യു ഇൻ യുവർ ബിസിനസ് ഓർ ഇൻ യുവർ ഓർഗനൈസേഷൻ ഓർ ഇൻ യുവർ കരിയർ. ആ നെറ്റ്വർക്ക്സ് യു ക്യാൻ ഹാവ് 2 levels ഓഫ് നെറ്റ്വർക്ക്സ്. ഒരു ഫ്രണ്ട് സർക്കിൾസ് അങ്ങനെ തന്നെ പോകാം. പക്ഷേ ബിസിനസ്സിലേക്ക് വരുമ്പോൾ യു ഷുഡ് ഹാവ് വെരി പ്രോസ്പെക്റ്റീവ് നെറ്റ്വർക്ക്സ്. കാരണം ഞാനൊക്കെ പലപ്പോഴും എനിക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പും സർക്കിളൊക്കെ ഉണ്ട്. പക്ഷേ when I do the business, I am very strict to it. ഞാൻ എൻ്റെ ഓഫീസിൽ I don't allow any friends to come and chat with me or something. അതിന് we have got a different time. ഓഫീസിൽ ഇറ്റ്സ് വെരി കമ്പൾസറി ദാറ്റ് നോ വി ഡു ഓൺലി ദ ഒഫീഷ്യൽ തിങ്സ്. അതൊക്കെ നിങ്ങൾ സെഗ്രഗേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. കാരണം ബിസിനസ്സിലൊക്കെ പല ആൾക്കാരും ഫെയിലിയർ ആയത് ഇങ്ങനത്തെ അൺവാണ്ടഡ് കമ്പനീസ്. അത് നമ്മൾ ബിസിനസ് നമ്മുടെ ടൈം അവരെടുക്കും ആൻഡ് ദേ ഡോണ്ട് കെയർ. അവർക്ക് അവരുടെ വേറെ ഇൻകം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ സെറ്റിൽഡ് ആയിരിക്കും. സോ ദിസ് ഈസ് വൺ തിങ്. ദെൻ ഒരു ഓർഗാനിക് ഗ്രോത്ത് സ്ട്രാറ്റജി. ഇപ്പം നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ബൈജൂസിനെ കുറിച്ചൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നെ പറയാം. കാരണം എൻ്റെ മകൻ ബൈജൂസിൽ വർക്ക് ചെയ്തതാണ്. ഞാൻ അന്ന് 6 മാസം വർക്ക് ചെയ്തപ്പോഴേ ഐ കുഡ് ഫൈൻഡ് ദാറ്റ് കമ്പനി ഡിഡ് നോട്ട് ഹാവ് എൻ എത്തിക്കൽ കോഡ് ടു ഡെവലപ്പ് ബിസിനസ്. സോ അത് ഒരു ഓർഗാനിക് ഗ്രോത്ത് ആയിരുന്നില്ല. നമ്മളൊരു ഓർഗനൈസേഷനെ തെറ്റിച്ച് പറയുന്നതല്ല. ദേ സ്പെൻഡ് മണി ലൈക്ക് എനിത്തിങ്, ലൈക്ക് സ്പോൺസറിങ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം, സ്പോൺസറിങ് ഫിഫ വേൾഡ് കപ്പ്. ഐ എം ഷുവർ ഒരു 50 വർഷം പഴക്കമുള്ള കമ്പനി പോലും വിൽ നോട്ട് ഇൻവെസ്റ്റ് മണി ഇൻ ടു ദിസ്. അത് അവർക്ക് ചെയ്യാൻ പറ്റിയതെന്ന് വെച്ചാൽ മുഴുവൻ ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അവരുടെ കയ്യിൽ നിന്ന് ഒരു പൈസ മുടക്കിയിട്ടില്ല. ദാറ്റ്സ് വൈ ദേ ഡിഡ് ദിസ് ആൻഡ് നൗ ദേ ആർ ഇൻ ബിഗ് ട്രബിൾ. അവർക്ക് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല, എംപ്ലോയീസിനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സോ എഗെയിൻ നമ്മുടെ സ്ട്രാറ്റജി ഷുഡ് ബി ആൻ ഓർഗാനിക് ഗ്രോത്ത്. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ എൻ്റെ കമ്പനി 2000 തുടങ്ങിയ കമ്പനി 2010 വരെയൊക്കെ വി വർ റിയലി സ്ക്രോളിങ്. ഞങ്ങൾ ഇഴഞ്ഞ് തന്നെയാണ് പോയത്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴും ഡെഫിനറ്റ്ലി വി വർക്ക് ലൈക്ക് ദിസ്, ബട്ട് വി ആർ ഇൻ എ വെരി സേഫ് പൊസിഷൻ. ഞങ്ങളുടെ ഗ്രോത്ത് വി കുഡ് സീ. ഓരോ സമയത്തും നമുക്ക് ആ സ്റ്റെപ്പ് കയറിപ്പോൾ നമുക്ക് കാണാൻ പറ്റും. പീപ്പിൾ ആർ കമ്മിങ് ബാക്ക് ടു അസ്. ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ വി ഹെൽപ്പ് അവർ പാർട്ട്നേഴ്സ് എബ്രോഡ് ടു ഗെറ്റ് മോർ ക്ലയൻറ്റ്സ് ഫോർ ദം. നമ്മൾ വെൻ വി ഡെലിവർ ദി ബെസ്റ്റ് സർവീസസ് ടു സം ക്ലയൻറ്റ്സ്, ഒരു വർഷം ഒരു 10 പേരെ വിടുന്ന ഒരു ഏജൻ്റ് ആണെങ്കിൽ അടുത്ത വർഷം അവർക്ക് 20 ആളെ കിട്ടും. ബിക്കോസ് വി ഹാവ് സെർവ്ഡ് ദം വെരി വെൽ. ദാറ്റ് ഈസ് അവർ സ്ട്രാറ്റജി. സോ ദേ ആർ വെരി ഹാപ്പി ടു വർക്ക് വിത്ത് അസ്. നമ്മുടെ അടുത്ത് ദേ ഡോണ്ട് ആസ്ക് ഫോർ പ്രൈസ് റിഡക്ഷൻസ്, അല്ലെങ്കിൽ ദേ ട്രീറ്റ് അസ് ജസ്റ്റ് ലൈക്ക് ദെയർ ഓൺ ഫാമിലി. So that organic growth strategy is a very good thing. Then teamwork inside the organization. Definitely നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിൻ്റെ അകത്ത് എക്സ്റ്റേണൽ നെറ്റ്വർക്ക്സ് ഉണ്ട്. വിതിൻ ദ ഓർഗനൈസേഷനിലെ ടീം വർക്ക്, ഞാൻ ആദ്യം ഞങ്ങളുടെ ടീം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ദാറ്റ്സ് എ വെരി ഗുഡ് സ്ട്രാറ്റജി. ഞാനിത് നിങ്ങളോട് ധൈര്യമായിട്ട് പറയുന്നത്, എറണാകുളം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരുപാട് ദൂരമുള്ള സ്ഥലമല്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഓപ്പണായിട്ട് വന്നത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അവിടെ. എനിക്ക് ആ ധൈര്യമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു അസറ്റാണ് നമ്മളൊരു ടീമിനെ വേണം. ഞങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എൻ്റെ ഒരു അക്കൗണ്ട്സിൽ ഒരു പുതിയ കുട്ടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അതർവൈസ് ബാക്കി ഞങ്ങളുടെ ടീമിലുള്ളവരെല്ലാം 8-10 വർഷം 15 വർഷം 25 വർഷമായിട്ട് എൻ്റെ കൂടെ. അതായത് ഞാൻ ഈ കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ജോലി ചെയ്ത ഒരാൾ എൻ്റെ അടുത്ത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഓപ്പറേഷൻസ് മാനേജറാണ്. അന്ന് ഞങ്ങളുടെ ഒരു ഡ്രൈവറായിരുന്നു പുള്ളി. പക്ഷേ ഹി വാസ് സോ എഫിഷ്യൻറ്റ്. പുള്ളിയെ ഞങ്ങൾ ഗ്രൂം ചെയ്ത് ഹീ ഈസ് ഓപ്പറേഷൻസ് മാനേജർ ഓഫ് അവർ കമ്പനി നൗ. അപ്പോൾ അങ്ങനെ അതൊക്കെ നമുക്ക് വലിയൊരു അസറ്റാണ്. അപ്പോൾ നമുക്ക് ധൈര്യമാണ്. നമ്മളിപ്പോൾ ഈ കോവിഡൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം നമ്മുടെ ടീമായിരുന്നു. കാരണം വി ന്യൂ ദാറ്റ് ദേ വിൽ ഡു ദിസ്. ഇപ്പോൾ ഞങ്ങളുടെ ഈ ഷോപ്പിലെ പല ആക്ടിവിറ്റീസും ഞങ്ങളുടെ ബാക്കി എല്ലാ സ്റ്റാഫും വന്ന് ചെയ്യും. അവിടെ പെർമനൻ്റായിട്ട് 5-6 പേരേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ മാറി മറിച്ചു. അപ്പോൾ അത് ചെയ്യാൻ പറ്റണമെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ. സോ ദസ് ടീം വർക്ക് ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ. ദെൻ ബ്രാൻഡ് സസ്റ്റൈനബിലിറ്റി. നമ്മൾ പലപ്പോഴും ബ്രാൻഡുകളുടെ പുറകെ പോകുന്നതാണ്. ശരിക്കും അതൊരു മാർക്കറ്റ് സെൻസാണത്. ഞാൻ പേഴ്സണലി ഞാനൊരു ബ്രാൻഡ് നോക്കുന്ന ആളാണ്. പക്ഷേ ആ ബ്രാൻഡ് എന്തുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത് വെച്ചാൽ അതിനൊരു സസ്റ്റൈനബിലിറ്റി ഉള്ളതുകൊണ്ടാണ്. നമ്മൾ വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ഒരു ബ്രാൻഡിൻ്റെ പുറകെ നമ്മൾ പോകത്തില്ല പലപ്പോഴും. അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അതിനാണ്. കാരണം ഇപ്പോൾ പണ്ടൊക്കെയാണ് നമ്മൾ 100 രൂപയ്ക്ക് 3 കിട്ടുന്നൊക്കെ മേടിക്കാൻ നമ്മൾ പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പോകാൻ ഒന്നാമത്തെ കാര്യം നമ്മൾ വീട്ടിലത് ഒരു ഗാർബേജ് പോലെ കൊണ്ടുവന്ന് കൂട്ടിയിടുവാണ്. നമുക്കത് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ സസ്റ്റൈനബിലിറ്റി ഇല്ല. സോ ബ്രാൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ് ടൈം പ്രോസസ്സ്. ഇപ്പം എൻ്റെ നേച്ചർ ടു ഹോംസിൽ ഗ്രീൻ സ്മിത്തിൽ ഞങ്ങളുടെ പുതിയൊരു സെയിൽസ് മാനേജർ വന്ന സമയത്ത് ഐ ഹാഡ് ടു ട്രെയിൻ ഹിം. പുള്ളിയോട് ഞങ്ങളുടെ തീം പറഞ്ഞു കൊടുക്കണമായിരുന്നു. പുള്ളി ഓൾറെഡി കൺസ്യൂമർ പ്രൊഡക്ട്സിൽ മാർക്കറ്റിങ്ങിൽ പോയിരുന്ന ആളാണ്. പക്ഷേ പുള്ളി ചെയ്തിരുന്നത് സാധാരണ നോർമൽ കൺസ്യൂമർ മാർക്കറ്റ്സ്. അപ്പോൾ ഇത് വന്ന് കണ്ട് പുള്ളി ആ സ്ട്രാറ്റജിയാണ് നമ്മുടെ ഇവിടെ ഇംപ്ലിമെൻറ്റ്. ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല. നമ്മുടെ സ്ട്രാറ്റജി ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. വി ഫോക്കസ് ഓൺ ക്വാളിറ്റി. വി ഡു നോട്ട് സെൽ എ സിംഗിൾ പ്രൊഡക്റ്റ് വിത്തൗട്ട് എ ക്വാളിറ്റി. ബിക്കോസ് ദി പീപ്പിൾ ഇപ്പോൾ ഞങ്ങളുടെ ഒരു വളരെ യുണീക്കായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഞാൻ മാർക്കറ്റിങ്ങിന് വേണ്ടി പറയുന്നതല്ല കേട്ടോ. മില്ലറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന പുട്ടുപൊടിയുണ്ട്. ഇറ്റ്സ് എ യുണീക്ക് പ്രൊഡക്റ്റ്. ഞങ്ങൾ തന്നെ ഒരു ഹസ്ബൻഡിനെ വൈഫിനെ വെച്ച് അവരുടെ വീട്ടിൽ വെച്ച് ചെയ്യിക്കുന്ന, അത് മാനുവലായിട്ട് ചെയ്യുന്നത്, നല്ല വർക്കുണ്ട്. അത് ഞങ്ങൾ 500 ഗ്രാമിന് എനിക്ക് തോന്നുന്നത് വി ആർ സെല്ലിങ് ഫോർ 120 rupees. ഇറ്റ്സ് നോട്ട് സോ ചീപ്പ്.
ഇപ്പോൾ ഞങ്ങൾക്ക് സേലത്തുള്ള ഒരു സോഴ്സ് ഉണ്ട് ഇതിന്. അവർ ഇതേ സാധനം 75 രൂപയ്ക്ക് ഞങ്ങൾക്ക് സപ്ലൈ ചെയ്തു. അപ്പോൾ ഇന്നലെ എൻ്റെ സാമ്പിൾ വന്നപ്പോൾ ഞാനതൊന്ന് വീട്ടിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ സാധാരണ ഞങ്ങളുടെ മില്ലറ്റ് കൂടി ഒരു ഫുൾ പുട്ടൊക്കെ ഒരാൾക്ക് കഴിക്കാമെങ്കിൽ ഇത് പകുതി കഴിക്കുമ്പോൾ നമ്മൾ മടുത്തു. സോ ദർ ഇസ് എ ബിഗ് ഡിഫറൻസ്. അപ്പോൾ നമുക്ക് മേബി ലാഭത്തിനാണ് നോക്കുന്നതെങ്കിൽ എനിക്ക് ആ സാധനം എടുത്ത് എൻ്റെ പാക്കറ്റിൽ ഇട്ടാൽ ഐ ക്യാൻ മേക്ക് 100% പ്രോഫിറ്റ്. പക്ഷേ വി നെവർ ഡു ദിസ്. അപ്പോൾ ഇതൊരു ബ്രാൻഡ് സസ്റ്റൈനബിലിറ്റിയുടെ ഇഷ്യൂ ആണ്. കാരണം നിങ്ങളിപ്പോൾ എൻ്റെ കമ്പനി കേരള വോയേജസ് എന്ന് പറയുന്ന കമ്പനി ഇന്ന് 23 വർഷം കഴിഞ്ഞ് ഇന്നും മാർക്കറ്റിൽ എസ്പെഷ്യലി കോവിഡ്, ടൂറിസത്തിൽ കോവിഡ് ആയിരുന്നു ഒരു മൈൽ സ്റ്റോൺ. ഇപ്പം പ്രീ കോവിഡ് ആൻഡ് പോസ്റ്റ് കോവിഡ് എന്നാണ് നമ്മൾ ടൂറിസത്തിൽ പറയുന്നത്. കോവിഡിന് ശേഷം ഒരു കമ്പനി ഇപ്പോഴും സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ there should be a kind of thing. So that is a brand sustainability. So I mean, this is also important. These are the points I had noted for you because I had only 90 minutes before you. I thank you for the opportunity given by Nirmala College. I'll be happy that if you could get some kind of inputs from my short speech. I would have been more happy to interact with you more, but I mean other sessions are following. But definitely, there will be more sessions here also. I wish you all the best in your career, in your entrepreneurship and all. Thank you all.